സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, വളരെ ബ്ലസ്ഡായിട്ടുള്ളൊരു ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥനയോട് കൂടി ദൈവസന്നിധിയിലായിരിക്കും. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രിയ ദേവദാസനായ തൻ്റെ കുടുംബത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷകൾ വളരെ വലിയ അനുഗ്രഹമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവേ. പ്രത്യേകമായി ഞങ്ങളുടെ വ്യൂവേഴ്സ്, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങളായിരിക്കുന്നിടങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുറ്റുമായി സമർപ്പിക്കുന്നു. വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. കുടുംബവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സഹായിച്ചട്ടപ്പ, ശക്തീകരിച്ചട്ടപ്പ, അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകലമാനവും മഹത്വവും ഞങ്ങൾ അവിടുത്തെ കടപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ പ്രാവശ്യവും നമ്മൾ നമ്മുടെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ പറയും വ്യത്യസ്തതയുള്ളതാണ്, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. ഇന്നും അങ്ങനെ പറയുകയാണ്, പക്ഷേ ഒരു ഭംഗി വാക്കല്ല, വളരെ യാഥാർത്ഥ്യമായിട്ട്. കഴിഞ്ഞിടയ്ക്ക് ഒക്കെ വൈറലായി തീർന്ന ഒരു പാട്ടുണ്ട്, ഒരു തരി പോലും കുറയുകയില്ല നിന്നോടുള്ള സ്നേഹം. കർത്താൻ്റെദാസൻ പാസ്റ്റർ നിവിൻ VS ആ ഒരു ആലപനത്തിലൂടെ മലയാളക്കര മുഴുവൻ ഏറ്റുപാടി വളരെ അനുഗ്രഹമായി തീർന്നു. ഇന്ന് നമ്മോടൊപ്പം പാസ്റ്റർ നിവിൻ VS ഉണ്ട്. അദ്ദേഹം ഒറ്റയ്ക്കല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തതയുണ്ടെന്ന്. ഞാൻ ബോംബെയിലുള്ള ഞങ്ങളുടെ ചർച്ചിൽ പാസ്റ്റർ കുടുംബവുമായിട്ട് വിസിറ്റ് ചെയ്തു. ഞങ്ങളിങ്ങനെ ഒരു റെക്കോർഡിങ് പ്ലാൻ ചെയ്തിരുന്നു. അതായത് പാസ്റ്ററും ഞങ്ങളും എല്ലാം കൂടി ചേർന്ന് ഒരു റെക്കോർഡിങ്, സാധാരണ നമ്മൾ സൂമിൽ കണക്ട് ചെയ്തൊക്കെയാണല്ലോ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഞങ്ങളുടെ ആസാദിയുടെ പ്രെയർ റൂമിൽ തന്നെ, നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ തന്നെ ഒരു റെക്കോർഡിങ് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഞാനും പാസ്റ്ററും കൊണ്ട് ഒന്നിച്ചിരിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴാണ് പാസ്റ്ററുടെ കുടുംബം, പാസ്റ്ററുടെ പപ്പ, മമ്മി, പാസ്റ്റർ വൈഫിനെയൊക്കെ പരിചയപ്പെട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഭയങ്കര സാക്ഷ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു 4 സാക്ഷ്യം കേൾക്കണോ അതോ 4 പേരുടെയും സാക്ഷ്യം ഒന്നിച്ച് കേൾക്കണോ? അതുകൊണ്ട് 4 പേരുടെയും സാക്ഷ്യം ഒന്നിച്ച് കേൾക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഇന്ന് വളരെ വ്യത്യസ്തതയുള്ള ഒരു എപ്പിസോഡ്, വലിയ ദൈവമഹത്വം വെളിപ്പെടുന്ന ഒരു എപ്പിസോഡ്. വളരെ സന്തോഷമുണ്ട്. ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഡയറക്റ്റ് ഞങ്ങളുടെ സ്റ്റുഡിയോ റൂമിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഇത്തരത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത പ്രോഗ്രാമുകൾ ചാനലിൽ കൊണ്ടുവരുന്നത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇത് മലയാളക്കരയ്ക്ക്, ഇത് മലയാള ക്രൈസ്തവ സമൂഹത്തിനൊരു അനുഗ്രഹമായി തീരും. നിവിൻ പാസ്റ്ററുടെ ടെസ്റ്റിമണി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ പപ്പായുടെയും മമ്മിയുടെയും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും ഒക്കെ ടെസ്റ്റിമണി ഒന്നിച്ച് കേൾക്കുന്നു എന്നുള്ള ഒരു വ്യത്യസ്തത വളരെ സ്നേഹത്തോടുകൂടെ പാസ്റ്ററേയും കുടുംബത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇടയ്ക്ക് പാട്ടുകളൊക്കെ കേൾക്കും. ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട സെക്ഷനാണ്. നമുക്കെല്ലാം ബ്ലെസ്സിങ്ങായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. താങ്ക് യു. പ്രൈസിലോട് ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനൊരു അനുഭവം വ്യത്യസ്തമാണ് അല്ലേ? തീർച്ചയായിട്ടും. ദൈവത്തിൻ്റെ സ്തോത്രം. പാസ്റ്ററുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, പല ചാനലിൽ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ പാട്ട് വൈറലായി തീർന്ന പാട്ട്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ ആ പാട്ട് ഒന്ന് പാടി ആദ്യം നമ്മളത് പ്രേക്ഷകരെ ഒന്ന് കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു റെക്കോർഡിംഗ് സെഷനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം ആ പാട്ടൊന്ന് നമുക്ക് കേൾക്കാം. വൈറലായി തീർന്ന പാട്ട്, ഒരു തരി പോലും കുറയില്ല എനിക്ക് യേശുവിനോടുള്ള സ്നേഹം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ നീ എന്നുമെന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാളരികിൽ നീ എന്നും
എന്നുമെന്നും വേണം. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴൻ ആയി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴൻ ആയി. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ശരിക്കും പാസ്റ്ററെ ആ പാട്ടൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു അല്ലേ ശുശ്രൂഷയ്ക്ക്? തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ആ പാട്ട് എനിക്ക് തന്നത്. അതെ, ജീവിതവുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും ഒത്തിരി ബന്ധമുള്ള സാക്ഷ്യമായിട്ട്. അതെ അതെ. ഞാൻ ഇന്ന് ഞങ്ങളുടെ ചർച്ചിലെ സഭായോഗത്തിൻ്റെ പാസ്റ്ററുടെ അനുഭവങ്ങളൊക്കെ കേട്ടു. വളരെ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവം, വലിയ ചലഞ്ചസിലൂടെ പോയ ഒരനുഭവം, ദീർഘവർഷത്തെ കാത്തിരിപ്പ് വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി. പക്ഷെ ദൈവം എത്ര വിശ്വസ്തനായിരുന്നു അല്ലേ? അതെ അതെ. അപ്പം ഈ സെക്ഷൻ എനിക്കറിയില്ല എങ്ങനെ ഒക്കെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. കാരണം നിങ്ങൾ 4 പേർക്കും നല്ല സാക്ഷ്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇനി അധികമൊന്നും ചോദ്യങ്ങൾ ചോദിക്കാതെ നിങ്ങൾ 4 പേർക്കായിട്ട് ഈ സമയങ്ങളങ്ങ് തരികയാണ്. അപ്പം പാസ്റ്റർക്കും പപ്പായ്ക്കും മമ്മിക്കും സിസ്റ്ററിനും ഒക്കെ സാക്ഷ്യങ്ങൾ പറയാം. പക്ഷേ സിസ്റ്ററിൽ ഒരു മിനിറ്റ് മൈക്കൊന്ന് കൊടുക്കാമോ? ഞാൻ അങ്ങനെ പറയാൻ കാരണം അധികം ആളുകൾക്ക് അറിയത്തില്ലായിരിക്കും. മലയാളിയല്ലേ? പക്ഷെ മലയാളം പറയും, കുറച്ചൊക്കെ പറയും, അല്ല നന്നായിട്ട് പറയും. ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ വന്നിട്ട് ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ല ആ സിസ്റ്റർ മലയാളി അല്ലെന്നുള്ളത് മനസ്സിലായില്ല. ബീഹാറിൽ ജനിച്ചു വളർന്നത്. അപ്പോൾ പാസ്റ്ററും മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധത്തിൽ ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നില്ലയോ? അതെ, പാസ്റ്ററും തീർച്ചയായിട്ടും ബീഹാറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആക്ച്വലി ഞാനൊരു ചർച്ചിലെ പാസ്റ്ററായിരുന്നു. അങ്ങനെ പാസ്റ്റർ ഇരിക്കുമ്പോഴാണ് ഒരു മിഷൻ കോൺഫറൻസിൽ അറ്റൻഡ് ചെയ്യുകയും ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു, നോർത്ത് ഇന്ത്യയിലേക്ക് പോകുക എന്ന് ഞാനൊരു ദൈവശബ്ദം കേട്ടു. സത്യത്തിൽ എനിക്ക് ഒരു താല്പര്യമില്ല നോർത്ത് ഇന്ത്യൻ മിഷണറി ആയിട്ട് പോകുമെന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഒന്ന് അവിടെ കഷ്ടപ്പാടാണ്. അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠനുണ്ട്, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹം ജാർഖണ്ഡിലൊക്കെ കഷ്ടപ്പെടുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് ഏതാണ്ട് 15-16 വർഷം കൊണ്ടുള്ള ആ ബന്ധമുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ദൈവശബ്ദത്തെ ഒബേ ചെയ്തു. ബീഹാറിലാണ് ഇപ്പം
പൂർണ്ണമായി എനിക്ക് നിൽക്കാൻ കഴിയില്ല. നാട്ടിൽ കുറേ മീറ്റിങ്സും കാര്യങ്ങളുള്ളതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം ബീഹാറിൽ ദൈവവേലയിലാണ്. അതെ. അപ്പോൾ വിവാഹത്തിന് മുമ്പാണോ ശേഷമാണോ ബീഹാറിലേക്ക് ആ രീതിയിൽ പോയത്? വിവാഹത്തിന് ശേഷമാണ്. വിവാഹത്തിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു ബീഹാർ കണക്ഷനും ഉണ്ട്. കർത്താവിൻ്റെ ദാസിയെ കൂട്ടായി കിട്ടിയത് ബീഹാറിൽ നിന്നാണ്. അപ്പോൾ ബീഹാർ തന്നെ തിരഞ്ഞെടുത്തു അല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ ഇനിയും സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ കേൾക്കണം. പാസ്റ്റർ തന്നെ തുടങ്ങിക്കാട്ടെ, എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ. ഒരിക്കൽ കൂടെ ആസാദ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. എൻ്റെ ഇൻ്റർവ്യൂ ഒത്തിരി വന്നിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇരിക്കാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തിന് നന്ദി. ഒരിക്കൽ കൂടെ ഇതിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും പാസ്റ്റർ ഫിനിയോടുള്ള സ്നേഹത്തെ നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഒരു തരി പോലും കുറയില്ല. ആ പാട്ട് എൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ആക്ച്വലി 2 പാട്ടുകൾ അതിനു മുമ്പേ വൈറലായിട്ടുണ്ടായിരുന്നു. ഒന്ന് വിജയ് ട്രാവൻ പാസ് എഴുതിയ കരുണാമയനെ എന്നൊരു പാട്ടും, അതുപോലെ തന്നെ പരനെ നിന്നെ കാണുവാൻ എന്ന പാട്ട് കഴിഞ്ഞിട്ടാണ്. അതിനേക്കാൾ അപ്പുറമായി ഒരുപാട് എനിക്ക് എന്താ പറയുക, എന്നെ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റിയ ഒരു ഗാനമാണ് ഒരു തരി പോലും. പാസ്റ്റർ രാജേഷ് ഏലപ്പാറ എഴുതിയ ഗാനമാണ്. കൃപയാൽ എനിക്ക് പാടാൻ പറ്റി. എനിക്ക് വേണമെങ്കിൽ ഒത്തിരി കംപ്ലൈൻറ്റുകൾ ദൈവസന്നിധിയിൽ പറയാം, പരാതികൾ ഒത്തിരി ദൈവത്തോട് എനിക്ക് പറയാനുണ്ട്, ക്ലെയിം ചെയ്യാൻ എനിക്കുണ്ട്. പക്ഷെ പരാതികളെക്കാൾ ദൈവം എന്നെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ, ദൈവം എന്നെ കരുതിയ വിധങ്ങളെ ഓർക്കുമ്പോൾ അറിയാതെ ഞാനൊന്ന് പാടിപ്പോയതാണ് ഒരു തരി പോലും കുറയില്ല ദൈവത്തോടുള്ള സ്നേഹം. ഞാൻ ജനിച്ചു വീണത് 2 കണ്ണിനും കാഴ്ചയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ലോകത്തിൽ എനിക്ക് വരുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നത്. എത്ര സുന്ദരമാണ് ഈ ലോകം എന്ന് പറയുന്നത്. സൂര്യൻ, ചന്ദ്രൻ, പ്രകൃതികൾ, അതുപോലെ തന്നെ അപ്പനമ്മ, സഹോദരങ്ങൾ, രക്തബന്ധങ്ങൾ, ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷെ ആ ഭാഗ്യം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് 8 വയസ്സ് വരെ മാത്രമേ നിലനിന്നുള്ളൂ. എന്നോട് ചോദിച്ചാൽ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്നത് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മുടെ ആവശ്യങ്ങൾ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷെ ആ ഭാഗ്യം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് 8 വയസ്സ് വരെ മാത്രമേ നിന്നുള്ളൂ. 3-ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ് 4-ാം ക്ലാസ്സിലേക്ക് പോകാൻ വെയിറ്റ് ചെയ്തിരുന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, എന്നിലേക്ക് ആ ദുരന്തം കടന്നു വന്നു. ഒരു സമ്മർ വെക്കേഷനിലാണ് എൻ്റെ ലൈഫ് മൊത്തം മാറുന്നത്. എൻ്റെ 2 കണ്ണിലെ ചുവപ്പ് വരികയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയും തല അനക്കാൻ കഴിയാതെ വല്ലാതെ ഞാൻ ഭാരപ്പെടുകയും എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാതെ വല്ലാതെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമുണ്ടായിരുന്നു. അന്ന് മുതിർന്നവർ പറഞ്ഞു, ഇത് പേടിക്കാനൊന്നുമില്ല, ഇതൊക്കെ ചൂട് സമയത്ത് ഉണ്ടാകണതാണ്, പേടിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ എൻ്റെ സ്ഥിതി വല്ലാതെ വഷളാകാൻ തുടങ്ങി. കാരണം എനിക്ക് ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല, തല അനക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത പ്രയാസം എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വരാൻ തുടങ്ങി. എന്തോ എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നെന്ന് പാരൻസ് തിരിച്ചറിയുകയും എന്നെ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്ക് എൻ്റെ പാരൻസ് കൊണ്ടുപോയി. അവിടെ പോയപ്പോഴാണ് ലൈഫിന് ഇന്നും ആ വാക്കുകൾ ഹൃദയത്തിൽ എവിടെയൊക്കെ വേദനാജനകമാണ്. എൻ്റെ ഡോക്ടർ വിദഗ്ധമായ ചികിത്സ എനിക്ക് തന്നു. ഒത്തിരി ഇന്ന് ഞാൻ ഓർക്കുന്നു, ഒത്തിരി മെഷീൻ്റെ മുമ്പിൽ കൊണ്ടുപോയി എന്നെ സ്കാൻ ചെയ്യുന്നു. വിദഗ്ധമായ ചികിത്സ അവരെനിക്ക് വേണ്ടി തരികയുണ്ടായി. എന്നിട്ട് അവർ പറഞ്ഞ് എൻ്റെ രോഗം കണ്ടുപിടിച്ചു. എന്താണ് എൻ്റെ രോഗം എന്നവർ കണ്ടുപിടിക്കുകയും ആ രോഗത്തിൻ്റെ വിവരണങ്ങൾ എൻ്റെ പിതാവിനോട് അവർ പറയുകയുണ്ടായി. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നിവിൻ്റെ 2 കണ്ണിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിസാര രോഗമോ അസുഖമോ അല്ല നിവിൻ്റെ ബാധിച്ചിരിക്കുന്നത്. 5 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന മാരകമായ രോഗമാണ് എനിക്ക് വന്നിട്ടുള്ളത്. റെറ്റീന ബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ ആ മാരകമായ ക്യാൻസർ രോഗമാണ് എൻ്റെ 2 കണ്ണിലും ബാധിച്ചിരിക്കുന്നത്. ഡോക്ടർ പറഞ്ഞതുണ്ടെങ്കിൽ എൻ്റെ അസുഖത്തിൻ്റെ വിവരണങ്ങൾ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആകെ 39 ദിവസം മാത്രമേ നിവിൻ ജീവിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് നിവിൻ അധികം ആയുസില്ല, പഠിക്കാൻ കഴിയത്തില്ല, ഓർമ്മശക്തി കാണത്തില്ല, കഴിവുകൾ കാണത്തില്ല. അദ്ദേഹം രോഗത്തിൻ്റെ വിവരണങ്ങളാണ് പറയണത്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ആദ്യത്തെ തലമുറയാണ്. ഈ വാക്കുകൾ വല്ലാതെ ഞങ്ങളെ തകർത്ത് കളഞ്ഞു.
ഈ വാക്കുകൾ വല്ലാതെ ഞങ്ങളെ തളർത്തി കളഞ്ഞു. എനിക്കറിയില്ല എന്ത് സംഭവിക്കണമെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കാരണം ഞാൻ ആ മങ്ങിയ വെളിച്ചത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബെഡിൻ്റെ അടുത്ത് വന്ന് ബന്ധുക്കൾ കരയുന്നു, സഹതാപത്തോടെ എന്നെ നോക്കുന്നു. അപ്പോൾ എനിക്കറിയില്ല ഇത്രയും സീരിയസ് ആണെന്ന് എനിക്കറിയത്തില്ല. വളർന്നു വന്നപ്പോഴാണ് അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് അവരങ്ങനെ അന്ന് എന്നെ നോക്കിയത് എന്ന് വളർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ എൻ്റെ ഡോക്ടർ പറഞ്ഞത് ഇനിയൊരു ചികിത്സ ഇല്ല, ഇതിനുള്ള മരുന്നില്ല, നിവിൻ മരിച്ചു പോകും, വേണമെങ്കിൽ കുറച്ചും കൂടെ ആയുസ് കിട്ടാൻ വേണ്ടി കണ്ണിനെ റിമൂവ് ചെയ്യാം, അല്ലാതെ ഞങ്ങളെ കൊണ്ട് ഒരു ഓപ്ഷനും ഇല്ല. എൻ്റെ കൂടെ ചികിത്സിച്ചവരെല്ലാവരും മരണത്തിന് കീഴടങ്ങി. അപ്പോൾ ഇനി എനിക്കും ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് 39 ദിവസമാണ് എൻ്റെ ഡോക്ടർ എനിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വല്ലാത്ത പ്രതിസന്ധി ജീവിതത്തിൻ്റെ അകത്ത് വന്നു. അപ്പോൾ ഞങ്ങളുടെ പാസ്റ്ററിനോട് കൈമാറി. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, മൗനമായിട്ട് ഇതെല്ലാം കേട്ടിരുന്നിട്ട് അദ്ദേഹം അവസാനം ഒരു വാക്ക് പറഞ്ഞു, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്യാൻസറിൻ്റെ റിപ്പോർട്ടും മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഞാനും ദിവസങ്ങൾ മാത്രം എൻ്റെ തലയ്ക്ക് മേൽ എഴുതി വെച്ച് 39 ദിവസം മാത്രം വിധി എഴുതിയ എനിക്ക് വേണ്ടി എൻ്റെ പാസ്റ്റർ പറഞ്ഞത് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിൽ ആ വാക്കുകൾ അന്ന് അത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. മരണകരമായ വേദനയിലൂടെ പോകുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. കാരണം അത്രയും പെയിനായിരുന്നു ഞങ്ങളുടെ കുടുംബം അനുഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മനസ്സോടെ എന്നെ ഡിസ്ചാർജ് കാർഡ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഏതാണ്ട് 69 ദിവസം എൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടത്തി. 69 ദിവസം. അന്ന് കേരളക്കരയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് അഭിഷക്തന്മാർ എനിക്ക് വേണ്ടി കരയുണ്ടായി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ഇന്ന് ഞാൻ ഓർക്കുന്ന അവസാന മിനിറ്റുകളിലെ കാഴ്ചയിൽ ഞാൻ ഓർക്കുന്നു, എന്നെ ഒരു ശവത്തെ പോലെ കിടത്തിയിട്ട് എൻ്റെ ചുറ്റിനും പാസ്റ്റേഴ്സ് ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ബന്ധുക്കൾ, ചർച്ചക്കാർ, ഞങ്ങളുടെ സഭ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കണ്ണുനീരൊഴുക്കി അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിലിടയിൽ എപ്പോഴും എൻ്റെ കണ്ണിലെ ചുവപ്പ് മാറുകയും പതുക്കെ എൻ്റെ അസുഖം ഭേദമായി വരികയും എൻ്റെ ലൈഫ് പതുക്കെ മാറുന്നത് തിരിച്ചറിയുകയുണ്ടായി. 39 എന്നുള്ളത് അതിങ്ങനെ കൂടാൻ തുടങ്ങി. ഇന്ന് കൃപയാൽ 2026 കാണുവാൻ എൻ്റെ അപ്പൻ എനിക്ക് അവസരം തന്നു. ഡോക്ടർ പറഞ്ഞത് ഓർമ്മശക്തി കാണത്തില്ലെന്നാണ്. എനിക്ക് 2 വർഷം പഠിക്കാൻ കഴിഞ്ഞില്ല. ഭയങ്കര മെൻ്റലി ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനൊരു ബ്ലൈൻഡ് ആണെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അതുപോലെ ഓടിച്ചാടി നല്ല ആക്റ്റീവായിട്ട് നിന്ന ഒരാൾ പെട്ടെന്ന് ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. എന്നോട് ഒത്തിരി പേര് വന്ന് പറയാറുണ്ട്, മോനെ കാഴ്ചയില്ലാത്ത നല്ലതാണ്, ഈ ലോകത്തിൻ്റെ പാപമൊന്നും കാണണ്ടല്ലോ എന്ന് അവർ പറയും. ഞാൻ അവർക്ക് ഷേക്കൻഡ് കൊടുത്തിട്ട് പറയും, അത് സത്യമാണ്, നിങ്ങൾ പറഞ്ഞ 100% സത്യമാണ്. പക്ഷെ അവർക്ക് അറിയില്ല, ഒരു ടോട്ടലി ബ്ലൈൻഡായ ഒരു മകനെ കൊണ്ട് നടക്കുന്ന അമ്മയുടെ വേദന എന്താണെന്ന് അവർക്കറിയില്ല. അങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണറിനെ കൊണ്ട് നടക്കുന്ന ഒരു വൈഫിൻ്റെ വേദന എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു ബ്ലൈൻഡായ ഒരു സഹോദരനെ ബാല്യം മുഴുവനും ഇൻവെസ്റ്റ് ചെയ്ത് എൻ്റെ ബാല്യം മുഴുവൻ എൻ്റെ ചൈൽഡ്ഹുഡ് മൊത്തം എനിക്ക് വേണ്ടി ചിലവാക്കിയ ഒരു ബ്രദറിൻ്റെ വേദന കമൻറ്റ് പറയുന്നവർക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു പിതാവ് മകനെ കൊണ്ട് നടക്കുന്നത് ഞാൻ പറയുന്ന വാക്കുകളെക്കാളും വേദനാജനകമാണ്. വൈകല്യം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് അത് സഹിക്കുന്നതിലും അപ്പുറമാണ്. പക്ഷെ എങ്ങനെയാണ് എൻ്റെ ലൈഫ് മാറിയെന്ന് പറഞ്ഞാൽ, ആ വേദനയ്ക്കകത്തും എൻ്റെ കുടുംബം എന്നെ ദൈവത്തിൽ ആശ്രയിക്കാൻ എന്നെ പഠിപ്പിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക എന്നൊരു ട്രാക്കിലേക്ക് അവർക്ക് എന്നെ കയറ്റാൻ കഴിഞ്ഞു. നിരാശ ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു, പ്രയാസം ഉണ്ടെങ്കിലും എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു വിത്ത് എൻ്റെ അകത്ത് അവർ തരുകയുണ്ടായി. അപ്പോൾ 2 വർഷം എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡായി. കാരണം എൻ്റെ സഹോദരങ്ങളെല്ലാം സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഒരു കോർണറിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത വേദനിപ്പിക്കുന്ന ദിവസങ്ങളായിരുന്നു ആ ദിവസം. ഞാൻ ഭയങ്കരമായിട്ട് വയലൻ്റ് ആകാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പാരൻസ് കണ്ടുപിടിച്ച് എന്ത് ചെയ്യും. മമ്മി പറഞ്ഞു, അങ്ങനെ എൻ്റെ മോനെ ഞാൻ ഇരുത്തത്തില്ല, ഒരുമിച്ചാണെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞാണെങ്കിലും ഞാൻ ഒരുമിച്ച് അവനെ പഠിപ്പിക്കും, അങ്ങനെ വീട്ടിനകത്ത് ഇരുത്തത്തില്ലെന്ന് മമ്മിക്ക് ഒരു ആഗ്രഹവും പ്രാർത്ഥന ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് അമ്മയപ്പനെ കണ്ടുപിടിച്ചു.
ബ്ലൈൻഡ് സ്കൂൾ, അന്ധര് മാത്രം പഠിക്കുന്ന സ്കൂളുണ്ടെന്നും അങ്ങനെ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുമെന്നൊക്കെ മമ്മി പാപ്പ അന്വേഷിക്കുകയുണ്ടായി. അത് ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് തന്നെ വഴുതക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്. എൻ്റെ ലൈഫ് സത്യത്തിൽ മാറാൻ തുടങ്ങിയത് അവിടെ മുതലാണ്. വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമേ അവിടെ കാഴ്ചയുള്ളൂ, ബാക്കി മുഴുവനും കാഴ്ചയില്ലാത്തവരാ. സത്യത്തിൽ ഇരുട്ടിൻ്റെ ലോകത്തിൽ നിന്ന് വീണ്ടും എന്നെ ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് തള്ളിയിടുന്നത് പോലത്തെ ഒരു അനുഭവമായിരുന്നു. അവിടെ പോകുമ്പോൾ ആദ്യം നമ്മുടെ ബ്രെയിനിലോട്ട് കയറ്റുന്ന തന്നെ ആദ്യം നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന ദൈവം ഇല്ല, ദൈവത്തിന് പാർഷ്വാലിറ്റി ഉണ്ട്, ദൈവം ഇല്ല, അത്ഭുതമൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ എന്തിനു ഇവിടെ വരണം? നമ്മുടെ സഹോദരങ്ങളെല്ലാം വീട്ടിലിരിക്കുമ്പോൾ അവർ സന്തോഷിക്കും, എന്നെ എന്തിനിങ്ങനെ ആക്കി, എന്നെ എന്തിനിങ്ങനെ ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തി. ഒരു 10 വയസ്സുകാരൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ ചിന്തകളൊക്കെ വല്ലാതെ കാർന്നു തിന്നാൻ തുടങ്ങി. ബൈബിളിലെ ബർത്തിയമ്മയെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ നിയോഗം ഉണ്ടെങ്കിൽ എത്ര അകന്നു പോയാലും ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ മേലൊരു നിയോഗമുണ്ടോ, നമ്മൾ എത്ര പുറകിലോട്ട് പോയാലും കർത്താവ് നമ്മളെ കൊണ്ടുവരും. അതെ പാസ്റ്ററേ, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലേ ഈ പാട്ട്. അങ്ങനെ ഉള്ള ഒരു ഇരുളിൻ്റെ ലോകത്ത് കിട്ടിയ ഒരു സ്വാതന്ത്ര്യമാണോ? എങ്ങനെ പാട്ടൊക്കെ പാസ്റ്റർ പാടി തുടങ്ങിയത്? അതും ഒരു വലിയ കഥയാണെന്ന് എനിക്കറിയാം. അത് അല്പം കൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് മമ്മി പറഞ്ഞിട്ട് ഞാൻ അതിലോട്ട് വരാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് മമ്മി പറഞ്ഞാൽ അതിന് അല്പം കൂടെ ക്ലാരിറ്റി വരത്തുള്ളൂ. ശരി, മമ്മിയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അല്ലേ 100%. മമ്മിയാണ് നമ്മളിന്ന് കാണുന്ന പാസ്റ്റർ നിവീൻ എന്ന് പറയുന്ന വൈറൽ പാട്ടുകാരനെ പുറത്തു കൊണ്ടുവന്ന ആള്. ഇപ്പം എല്ലാവരും പറയും ഒറ്റയ്ക്കാണ് വന്നത്. അല്ല, ഒരാൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. ആരൊക്കെ അവരെ ലിഫ്റ്റ് ചെയ്തത് കൊണ്ടാണ്, സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ്. ഇപ്പം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, പൗലോസിനെ പറ്റി എല്ലാവരും പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ആ മനുഷ്യരെ ലിഫ്റ്റ് ചെയ്ത ഒരാളുണ്ട്, ബർണബാസ്. അതുപോലെ എൻ്റെ ലൈഫിൽ പലപ്പോഴും വേദന വന്നിട്ടുണ്ട് പക്ഷേ ഒത്തിരി സമയം തളർന്നു പോയിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്, നിരാശയിൽ അങ്ങ് അടിത്തട്ടിൽ പോയിട്ടുണ്ട്. അപ്പോഴും എന്നെ ഒരു തവണ പോലും അവിശ്വാസം പറയാതെ എന്നെ ഫെയ്ത്തിൽ എന്നെ കൈപിടിച്ചത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മ കൂടുതൽ കാര്യങ്ങൾ പറയും. അതെ അതെ, ഞാൻ 2 വാക്ക് പറയുകയാണ്. പ്രിയ ആൻറ്റിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ബോംബെ വന്നതിൽ. കാരണം ബോംബെ ജനിച്ചു വളർന്ന ആളാണ് അല്ലേ, ബോംബെ ജനിച്ചു വളർന്ന ആളാ. എന്നാൽ അന്ന് വിശ്വാസത്തിലല്ലായിരുന്നു. ഇല്ല, ഞാൻ അന്ന് വിശ്വാസത്തിലല്ലായിരുന്നു. ഞങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അധികം മലയാളി പ്രേക്ഷകർക്ക് അറിയാത്ത ഒരു കാര്യം, പാസ്റ്റർ നിവീൻ്റെ മമ്മിയും പപ്പായും ഒക്കെ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിൽ വന്നവരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ആരുടെ സാക്ഷ്യം ഇന്ന് റെക്കോർഡ് ചെയ്യുമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. അതുപോലെ വലിയ സാക്ഷ്യങ്ങൾ. അപ്പോൾ നമുക്ക് ആൻറ്റിയുടെയും സാക്ഷ്യം ഒന്ന് കേൾക്കാം അല്ലേ? പറഞ്ഞു തുടങ്ങിക്കോ, ആൻറ്റിയുടെയും വിശ്വാസ ജീവിതത്തിൻ്റെ പടികളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പാസ്റ്ററുടെ നിവീൻ്റെ ആ കഥ കേൾക്കണം, പാട്ടുകാരനാക്കി മാറ്റിയ കഥ. ശരിക്കും ഞാനൊരു ബ്രോക്കൺ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മമ്മിയും ഡാഡിയും ഒക്കെ വിദ്യാഭ്യാസത്തിലൊക്കെ നല്ല സമ്പന്നരാണ്. ഡാഡി ഡോക്ടറായിരുന്നു. മമ്മി MTNL വെൽഫെയർ ഓഫീസറായിട്ട് റിട്ടയർ ആയ ആളാണ്. അപ്പോൾ ഇവരൊക്കെയും ഈ അർബൻ ലൈഫിൽ ഈ ബോത്ത് എൻഡ്സ് മീറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി പാടാണ്. അപ്പോൾ ഡേ ടൈമിൽ മമ്മി പോവുകയും നൈറ്റ് ഡാഡി നിൽക്കുകയും അങ്ങനെയൊക്കെ ഞാനും എൻ്റെ ചേച്ചിയും ഇളയൊരാങ്ങളുണ്ട്, ഞങ്ങളെ വളർത്താൻ ഒത്തിരി പാടുപെട്ടു. ആ സന്ദർഭങ്ങളിൽ മമ്മി ഡാഡിയെ വിട്ടയച്ച് വേറൊരാളുടെ അങ്ങ് പോയി. അപ്പോൾ അത് എൻ്റെ 4.5 വയസ്സ് പ്രായമുള്ള സമയത്താണ്. അത് എൻ്റെ ജീവിതത്തിലൊരു ഭയങ്കര ട്രാജഡി ആയിരുന്നു. കാരണം എത്രയായാലും ഞങ്ങൾ ഫോട്ടോയിൽ മാത്രമേ ഞങ്ങളുടെ മമ്മി പപ്പയെ ഒരുമിച്ച് കണ്ടിട്ടുള്ളൂ. അത് അങ്ങനത്തെ ഒരു ജീവിത അനുഭവം, ആ ബ്രോക്കൺ ഫാമിലി എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ എങ്കിലും ഞാൻ എല്ലാത്തിലും സ്മാർട്ടായിട്ട് പഠിച്ചു വന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ ഒരു ട്രാജഡി എൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി ഡിപ്രഷൻ സൃഷ്ടിച്ചു. എങ്കിലും ഒരു 18ാമത്തെ വയസ്സൊക്കെ ആയപ്പോൾ എൻ്റെ സ്റ്റെപ്പ് മദറുടെയും സ്റ്റെപ്പ് ഫാദറുടെയും അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അതെല്ലാവർക്കും അറിയാം. എത്രയായാലും ഈ 2 അനുഭവങ്ങളും മധുരമല്ലായിരിക്കും. അപ്പോൾ ഈ സ്റ്റെപ്പ് ഫാദർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ പുള്ളിക്കാരൻ 18ാമത്തെ വയസ്സൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ വിവാഹ പ്രായമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് ബാനിഷ് ചെയ്ത് കളഞ്ഞു.
അങ്ങനെ ബോംബെ പട്ടണത്തിനകത്തുനിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു സാഹസം തന്നെയാണ്. എങ്കിലും ആ ഒറ്റ രാത്രിയിൽ എൻ്റെ ഒരു ബ്രദർ ഇവിടെ താമസിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇന്ന് ജീപ്പിലാണ് നാട്ടിലേക്ക് പോകുന്നത്, പറ്റുമെങ്കിൽ നിങ്ങൾ കൂടിക്കോ, ഞാൻ നിങ്ങളുടെ പപ്പയുടെ വീട്ടിൽ നിങ്ങളെ കൊണ്ടാക്കാം. ലക്കിലി ഞങ്ങൾ അന്ന് രാത്രി തന്നെ സകല സാധനങ്ങൾ പറഞ്ഞാൽ ഞാൻ സർട്ടിഫിക്കറ്റ്സും ഉടുത്തിരിക്കുന്ന തുണികൾ മാത്രമേ ഉള്ളൂ, അതെടുത്തുകൊണ്ട് ഞാനും എൻ്റെ ചേച്ചിയും കൂടി ഞങ്ങൾ നാട്ടിലേക്ക് തിരികെ പോയപ്പോൾ ഡാഡി രണ്ടാമതൊരു വിവാഹം കഴിച്ചിട്ട് താമസിക്കുകയാണ്. അവിടെ ചെന്ന് കയറാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. എങ്കിലും കൃപയാൽ ആ 3 രാത്രി 3 പകൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. അന്നൊക്കെ ഇതുപോലെ കൊങ്കൺ എക്സ്പ്രസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് 3 പകൽ 2 രാത്രി 3 പകൽ കംപ്ലീറ്റ് യാത്രയായിരുന്നു. ആ ദിവസങ്ങളൊന്നും ഉറങ്ങാതെ എന്താകും ഭാവി, എന്തായിരിക്കും എന്നൊന്നും മുന്നോട്ടറിയാതെ പോയ ദിവസങ്ങളായിരുന്നു. പക്ഷേ നാട്ടിൽ ചെന്ന് എത്തിയപ്പോൾ ഈ ബ്രദർ തന്നെയാണ് കയറി ഒത്തിരി വയലൻ്റായി. 2 പെൺകുട്ടികളെ എവിടെ വളർത്തുമെന്നൊക്കെ പറഞ്ഞ് ഡാഡിയോട് വഴക്കിട്ടു. അങ്ങനെ നിർവാഹമില്ലാതെ ഡാഡി എന്ത് ചെയ്തു, ഞങ്ങളെ വീട്ടിൽ കയറ്റി. അവിടെയാണ് എൻ്റെ തിരിവ് സംഭവിച്ചത്. എൻ്റെ ഡാഡി CSI ക്രിസ്ത്യൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ചേർച്ചിലേക്ക് കൊണ്ടുപോകാനായിട്ട് സൺഡേ ദിവസം എൻ്റെ ആൻറ്റിയുടെ മകള് എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ TPM ചർച്ചിലാണ് പോകുന്നത്, നിൻ്റെ കയ്യിൽ വെള്ള ചുരിദാറുണ്ടെങ്കിൽ ഇട്ടുകൊണ്ട് വായോ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ചിന്തിച്ചില്ല, എന്താണ് ചർച്ചെന്നോ എന്താണ് TPM എന്നോ ഒന്നും അറിയില്ല. വസ്ത്രം ധരിച്ച് ഓടി ചെന്ന് ചർച്ചിനകത്ത് ചെന്നിരുന്നു. അവിടെ ഇരുന്നപ്പോൾ മുട്ടുമേലിരിക്കുന്ന, പിന്നെ ഈ ഭക്തി എന്നുള്ളൊരു സംഭവം എൻ്റെ മമ്മി പഠിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദുസ് ആണെങ്കിലും സന്ധ്യാപ്രാർത്ഥന, അവരുടെ ദീപാരാധന ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബിലീവിങ്, അത് ഒരു ദൈവഭയം ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അത് വെച്ച് അവിടെ ചെന്ന് ഇങ്ങനെ മുട്ടുമേലിരിക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ എല്ലാ വെള്ള വസ്ത്രധാരികൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ ഇരുന്ന് വേറെ ഒന്നും അറിയില്ല. ഒരു നല്ല ദൈവം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം, ഇങ്ങനെ പറയാനായിട്ട് എന്നെ പഠിപ്പിച്ചു. അപ്പം ഞാൻ ചെന്ന് പറയാണ്, ഒരു നല്ല ദൈവം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണം. ഞാൻ ചെന്ന് മുട്ടുമേലിരുന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, ആ പുൽപ്പിറ്റിൻ്റെ ആ സൈഡ്, ഇതിൻ്റെ ടേബിളിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന്, പാസ്റ്റർ ഇരിക്കുന്ന ആ സൈഡിൽ നിന്ന് ഒരു വയോധികനായ മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. അവിടെ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് ഇന്നത്തെ പോലെ ഓർമ്മയിൽ എൻ്റെ ഉണ്ട്. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, ഈ വരി ഇങ്ങനെ എടുത്തെടുത്ത് പാടുന്നത് എനിക്ക് കേൾക്കാം. ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണടഞ്ഞിരിക്കുകയാണ്. പക്ഷേ എൻ്റെ അടുക്കൽ ഈ ട്യൂബ് ലൈറ്റിനേക്കാൾ മിന്നലിനെ പോലെ വെളുപ്പ് ഉള്ള വസ്ത്രം ധരിച്ച് ഒരു വയോധികനായ മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നത് ഞാൻ കാണുന്നു. എന്നിട്ട് എൻ്റെ തല മുതൽ ഇങ്ങനെ തലോടുകയാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് എനിക്ക് നന്നായിട്ട് അനുഭവിക്കാൻ പറ്റി. ഒരു വ്യക്തി സുവിശേഷം പറഞ്ഞല്ല ഞാൻ മാനസാന്തരപ്പെട്ടത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വൈരാഗ്യമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ സ്റ്റെപ്പ് ഫാദർ. അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എനിക്ക് ക്ഷമിക്കാനായിട്ട് കഴിയുന്ന രീതിയിൽ എന്നോട് പറയുകയാണ്. ഇവരെല്ലാവരോടും എനിക്കെന്തോ ഒരു കുറ്റബോധം, ഒരു റിപ്പൻറ്റൻസ് എൻ്റെ അകത്ത്. എൻ്റെ മമ്മിയോട് ഭയങ്കര വൈരാഗ്യം ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. ഈ വയോധികനായ മനുഷ്യൻ എന്നെ തലോടും തോറും എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ സ്നേഹം, ഒരാഴമായ സ്നേഹം എന്നെ ഭരിക്കാൻ തുടങ്ങി. എനിക്ക് ചേഞ്ചസ് വരുന്നു എനിക്കറിയാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപ് എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. പിറ്റേ ആഴ്ചയും ഞാൻ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും ചർച്ചയിൽ വരും, എനിക്ക് ഈ വയസ്സൻ ആരാണെന്ന് അറിയണം, ഈ വയോധികനായ മനുഷ്യൻ ആരെന്നറിയണം. TPM പോകുന്നത് കൊണ്ട് അവിടെയുള്ള ഏകദേശം പേര് വെള്ള വസ്ത്രധാരികളാണ്. അതുകൊണ്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഏറ്റവും അരികിൽ ചെന്ന് ഇരിക്കുകയാണ്. കാരണം ഈ പുരുഷന്മാരിയ്ക്കുന്നതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പുണ്ട്, അതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ ചെന്ന് ഇരിക്കുകയാണ്. കാരണം ഇദ്ദേഹം എവിടെ നിന്ന് വന്നാലും പുള്ളിയെ അങ്ങ് ഒന്ന് പിടിച്ചോളണം, എനിക്ക് പുള്ളിയെ ഒന്ന് തൊടണം, അത്രയും മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. ആ ദിവസം ഞാൻ ചെന്നിരുന്നു. അന്ന് ഞാൻ കാണുകയാണ് ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ അടുക്കൽ വരുന്നു. എനിക്ക് മനസ്സിലായി എന്നെ എന്തോ ഒരു വ്യത്യസ്തമായ അനുഭവം. ഞാൻ ചെന്ന് അവിടുത്തെ മദറിൻ്റെ അടുത്ത് ചോദിച്ചു, ആൻറ്റി ഇങ്ങനെ ഒരാൾ എന്നെ വന്ന് തൊടുന്നു, ഇതാരാണ്? അപ്പോഴാണ് അദ്ദേഹം ആ ആൻറ്റി എന്നോട് പറഞ്ഞത്,
ഇത് യേശുപ്പനാണ്, യേശുപ്പൻ മക്കളെ ഒത്തിരി സ്നേഹിക്കുന്നു. എനിക്കന്ന് 18-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്, ഞാൻ എൻ്റെ കർത്താവിനെ അറിയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ നല്ല രക്ഷകനെ കണ്ടുമുട്ടുവാനും സ്നേഹിക്കുവാനും അനേകർക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ, ഈ നല്ല സ്നേഹം പകർന്നു കൊടുക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. കൃപയാൽ എൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെ, അടുത്ത വർഷങ്ങളിലൊക്കെയും വിവാഹം നടന്നു. ആദ്യത്തെ കുഞ്ഞ് എനിക്ക് നഷ്ടമായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് രണ്ടാമത്തേതിൽ ഞാൻ MSW പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ കുഞ്ഞിനെ കർത്താവ് തന്നത്. ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, എങ്ങനെ വന്നാലും ഞാൻ ഈ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തത്തില്ല. ദൈവം എന്ത് കഷ്ടപ്പെട്ടായാലും ഞാൻ ഈ കുഞ്ഞിനെ വളർത്തും. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ലയോള കോളേജിലുള്ള ഞങ്ങളുടെ ഫാദറൊക്കെ വന്ന് പറഞ്ഞു, 25 പേരിൽ ഒരാൾക്ക് കിട്ടുന്ന സീറ്റാണ്, നഷ്ടപ്പെടുത്തരുത്, കുഞ്ഞ് പിന്നെയും കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞു, ഇല്ല, ഇതെനിക്ക് കർത്താവ് തന്ന കുഞ്ഞാണ്, എനിക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം ഞാൻ ഈ കുഞ്ഞിന് കൊടുക്കും. അങ്ങനെ ഒരു ആഴ്ചയിൽ 4 ദിവസം ഉപവാസവും 3 ദിവസം ഭക്ഷണം കഴിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഞാൻ വളർത്തിക്കൊണ്ടുവന്ന, വളരെ വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അങ്ങനെ ഒത്തിരി കഷ്ടഭാരത്തിൽ ആണ് ആ സമയങ്ങളൊക്കെ ഞങ്ങൾ പോയത്. നന്നായി അറിയാം, ബ്രോക്കൺ ഫാമിലി ആയതുകൊണ്ട് എൻ്റെ മാതാവോ എൻ്റെ പിതാവ് ഇതിൻ്റെ ഇടയ്ക്ക് 1 വർഷമാവും മുമ്പേ പിതാവ് മരിച്ചുപോയി. അങ്ങനെ എനിക്ക് പപ്പയും ഇല്ല അമ്മയും ഇല്ല. ഒരു അനാഥത്വത്തിൻ്റെ കീഴിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വളരെ സ്നേഹത്തിൽ എന്നെ കരുതുകയും എൻ്റെ മദർ ഇൻ ലോ ആണ് എൻ്റെ പ്രസവമൊക്കെ നോക്കിയത്. അവൻ്റെ ജനനത്തിങ്കൽ എനിക്കൊരു വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറയാനുണ്ട്. അന്നത്തെ ദിവസം പ്രേയറിന് ഇരുന്നപ്പോൾ ഒരു സൺഡേ ദിവസമായിരുന്നു, 31 മെയ് 1993. അപ്പം ഞാൻ ആ ദിവസം ചെന്നിങ്ങനെ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒട്ടും വയ്യ. അപ്പോൾ എസ്തർ എന്ന് പറഞ്ഞ ആൻറ്റി മദർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്നിരിക്കണ്ട, മോള് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ആൻറ്റി, ആരാധന കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. അപ്പോഴാണ് അവരെന്നെ പിടിച്ചു നിർത്തി പ്രാർത്ഥിച്ചിട്ട് ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരു വലിയ ദൂതായിരുന്നു അത്, നീ പ്രസവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിനക്ക് ദൈവം ഉദരത്തിൽ തന്നിരിക്കുന്ന ഈ കുഞ്ഞ് ഒരാൺകുഞ്ഞാണ്, ഇവൻ സിയോനിൽ നിൽക്കും, ഇവൻ ഒരു കർത്തൃവേലക്കാരനാണ്, അതുകൊണ്ട് ദൈവം ഇവനെ അനുഗ്രഹിക്കും, നിനക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി ശുശ്രൂഷകൾ ഇവനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. ഇവൻ്റെ പ്രസവം, ഇതിൻ്റെ ഈ പ്രസവം ഒരു ഡോക്ടർ കൈ തൊടത്തില്ല, ഇതിനൊരു വയസ്സായ അമ്മച്ചിയായിരിക്കും ഈ പ്രസവം എടുക്കുന്നത്. ഞാനിങ്ങനെ വിചാരിച്ചു, ഇവരെന്തോ ഈ പറയുന്നത്, കാരണം അന്ന് വൈകുന്നേരം ഞാൻ ഹോസ്പിറ്റലിൽ പോകാനിരിക്കുകയാണ്. അപ്പോൾ ഇതൊരിക്കലും ചാൻസസ് ഇല്ല. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറയുകയാണ്, ഒരു 19 ഡേയ്സിൻ്റെ ഗ്യാപ്പ് ഇനിയുമുണ്ട്, 19 ദിവസം കഴിഞ്ഞേ പ്രസവം നടക്കത്തുള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്ത് ആരും കൂട്ടിയിരിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ തിരികെ വീട്ടിലേക്ക് വരികയാണ്. അന്ന് വീട്ടിലേക്ക് വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു വീഴ്ച വീണ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭാരപ്പെട്ടിരുന്ന സമയങ്ങളിലാണ് ഒരു വിഷയത്തിനകത്ത് ദൈവം എനിക്ക് ഒരു വലിയ വേദന തന്നു. ആ വേദനയുടെ ഈ കേട്ട ദൂത് നിവർത്തീകരണപ്പെട്ടു. കാരണം വഴിയിൽ വെച്ച് തന്നെ ഡെലിവറി നടക്കുകയും അവർ പറഞ്ഞ ദൂത് പോലെ ഒരു വയോധികയായ ഒരു ആൻറ്റിയാണ് എൻ്റെ ആ പ്രസവം എടുത്തത്. ഞാൻ അപ്പോഴേ വിചാരിക്കുന്നു, അവൻ്റെ ജനനം തന്നെ ഒരു വ്യത്യസ്ത രീതിയിലായിരുന്നു. ആ സമയത്ത് തന്നെ ശത്രു അവൻ്റെ മേൽ ഒത്തിരി പോരാടിയെങ്കിലും ദൈവം നിർത്തി. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഈ പാല് കുടിക്കുന്ന അനുഭവത്തിലേക്ക് വന്നപ്പോൾ കുടിക്കാൻ പറ്റുന്നില്ല. എന്താണ് സംഭവം എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ക്ലെഫ്റ്റ് പാലറ്റ് ആയിരുന്നു. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ സക്ക് ചെയ്ത് വലിച്ചു കുടിക്കാൻ പറ്റില്ല. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞിനെ പലരും, ഞങ്ങളുടെ ബന്ധുക്കളെല്ലാവരും പറഞ്ഞു, അത് ഇവൻ സർവൈവ് ചെയ്യത്തില്ല. പക്ഷെ എൻ്റെ അകത്ത് ഒരു വാക്ക്, ആ ആൻറ്റി പറഞ്ഞ ഒരു വാഗ്ദത്തം പറഞ്ഞല്ലോ, ഇവൻ സിയോനിൽ നിൽക്കും, ഇവൻ ദൈവവേല ചെയ്യും, ഇവൻ അറിയപ്പെടും. ഞാൻ അതൊറ്റ കാര്യം പറഞ്ഞു, കർത്താവേ, അങ്ങ് തന്ന ജീവനാണ്, എങ്ങനെയായാലും കർത്താവ് അവനെ നിർത്തിക്കൊള്ളും. ഒത്തിരി കാര്യാദികളുടെ മധ്യേ ഈ 6-7 മാസം ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ കണ്ണിന് ഉറക്കം കൊടുക്കാതെ രാത്രി സമയങ്ങളിലിരുന്ന് ഈ ഡിസ്റ്റിൽ വാട്ടറിൽ അവൻ്റെ കുപ്പി കഴുകുകയും പാലൊഴിച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെയും എന്തോ പറയാൻ, ഞാൻ പ്രയാസപ്പെട്ടെങ്കിലും ഇന്ന് എനിക്ക് സന്തോഷമുണ്ട്. കാരണം അതിനൊക്കെയും പ്രതിഫലമുണ്ടല്ലോ. നിശ്ചയമായിട്ട് കർത്താവ് അത് ചെയ്തു. നേരത്തെ മോൻ പറഞ്ഞതുപോലെ ഒരു ത്യാഗം സഹിക്കുന്നതിൻ്റെ പിന്നാലെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ സമയങ്ങളിലൊക്കെയും
ഈ രോഗത്തിൻ്റെ ഈ പാലുകുടിയുടെ മാത്രമല്ല, ഒത്തിരി ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞ്. കാരണം അവൻ പറയുന്നത് ആർക്കും മനസ്സിലാകുകയില്ല, അവൻ സംസാരിക്കുന്നത് ആർക്കും പിടികിട്ടിയില്ല. പക്ഷേ എന്തോ കൃപയാൽ എനിക്ക് എല്ലാ കാര്യവും അവൻ പറയുന്നത് മനസ്സിലാകും. അങ്ങനെ ഞാൻ അവനെ സ്വരം പഠിപ്പിക്കാൻ തുടങ്ങി. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏതൊക്കെ പാട്ടുണ്ടോ ആ പാട്ടൊക്കെ ഞാൻ പാടിപ്പിക്കാൻ തുടങ്ങി. പാട്ട് പാടി ഒത്തിരി ഒച്ചത്ത് പാടുമ്പോഴൊക്കെയും എല്ലാവരും കളിയാക്കും. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൻ്റെ വാതിലിൽ എഴുതി വെച്ചു, ആരും കാണാതെ ബാക്ക് സൈഡിൽ എഴുതി വെച്ചു, എൻ്റെ മോൻ ഒരു വലിയ പ്രീച്ചറാകും, എൻ്റെ മോൻ ഒരു വലിയ വർഷിപ്പ് ലീഡറാകും. ഇന്ന് ഓരോ പാട്ട് പാടി വൈറലാകുമ്പോഴും ഓരോ പ്രീച്ച് ചെയ്ത് ഓരോ പ്രീച്ചിങ് കഴിഞ്ഞിട്ട് വന്ന് ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ ഞാൻ ദൈവത്തെ ഒത്തിരി ഒത്തിരി സ്തുതിക്കുന്നുണ്ട്. കാരണം ദൈവം എനിക്ക് തന്ന ഒരു വലിയ ഭാഗ്യമാണ് എൻ്റെ മകൻ. അവനെനിക്ക് ഒരു ഭാരമല്ല, അവനെനിക്ക് ഒരിക്കലും ഒരു ഭാരമല്ല, അവനെനിക്ക് എപ്പോഴും നന്മ തന്നെയാണ്, ദൈവത്തിൻ്റെ ഗിഫ്റ്റ് തന്നെയാണ് എൻ്റെ മോൻ. അങ്ങനെ ഞാൻ എപ്പോഴും പറയാം, എനിക്ക് ദൈവം 3 മക്കളെ തന്നു. 2 പേരും വളരെ കരുതലോടെ കൂടിയാണ് നിവിനെ സ്നേഹിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്നത്. ശരിക്കും ഇവൻ ഒരു നല്ല ബ്രില്യൻറ്റ് കുട്ടിയായിരുന്നു. പഠിക്കാൻ പറ്റില്ല എന്ന്, ഇവന് ഓർമ്മശക്തി കാണില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ ദൈവസന്നിധിയിലിരുന്ന് മടുക്കാതെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ട് വിശ്വാസത്തോടെ കർത്തൃകരങ്ങളിൽ കൊടുത്തു. ഒരു കാര്യം എനിക്ക് നല്ല ബോധ്യത്തോടെ ഞാൻ പറയട്ടെ, ഞാൻ ഒത്തിരി കരുതിയ സമയത്ത് ദൈവം അവനെ യൂസ് ചെയ്തില്ല. പക്ഷെ ഒരു സമയം അപ്പം ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് വിട്ടു തരികയാണ്. ഞാൻ എന്നങ്ങനെ കൊടുത്തോ അന്നു മുതൽ നിവിനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന, ഞങ്ങളുടെ പകൽ പ്രാർത്ഥന, ഞങ്ങളുടെ വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിലൊക്കെയും പ്രസംഗിക്കാൻ 2.5-3 വയസ്സുള്ളപ്പോൾ മുതലേ വചനം സംസാരിക്കാനും അതുപോലെ തബല വായിക്കാനും പാട്ട് പാടാനൊക്കെയും നിവിന് പൂർണ്ണ അവസരം ഞങ്ങളുടെ ഭവനത്തിനകത്തുണ്ടായിരുന്നു. അതുപോലെ എബിനും പ്രാർത്ഥിക്കും. എബിനും അതുപോലെ കീബോർഡിസ്റ്റാണ്. അവനും ഞങ്ങളുടെ വൈകുന്നേരമുള്ള പ്രെയറൊക്കെ 2-2.5 മണിക്കൂർ നേരം നീളുമായിരുന്നു. അതിൻ്റെ കാരണം ആരും കേൾക്കാത്ത സ്ഥാനത്ത്, ആരും ഞങ്ങളുടെ മക്കളുടെ വാക്കുകൾ കേൾക്കാത്ത സ്ഥാനത്ത് ഓഡിയൻസായിട്ട് ഞാൻ മാത്രം ഉണ്ടെങ്കിലും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഒത്തിരി വിഷയങ്ങൾ, എവിടെയൊക്കെ റിജക്ഷൻ ഉണ്ടോ, എവിടെയൊക്കെ അഫ്ലിക്ഷൻസ് ഉണ്ടോ, അവിടെയൊക്കെയും ഒരു ഉടഞ്ഞ പാത്രമായാലും കർത്താവ് അവരെ ഉപയോഗിക്കും. കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്ന എല്ലാവരെയും കർത്താവ് മാനപാത്രമാക്കി മാറ്റും. അത് ദൈവത്തിൻ്റെ ഒരു വലിയ നീതി എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ആൻറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു എനിക്കറിയാവുന്ന സ്വരങ്ങൾ ഒക്കെ പാടി അവനെ പഠിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റി പിന്നെ പാട്ട് പഠിച്ചിട്ടുണ്ടോ സ്വരങ്ങളൊക്കെ? അയ്യോ, ഞാൻ അങ്ങനെ ഒരു പാട്ടും പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാമെന്നുള്ളതുപോലെ സരിഗമ പറയുമായിരുന്നു. എന്നിട്ട് അതുപോലെ തന്നെ ഈ എന്താ തൊണ്ട ക്ലിയർ ആകാൻ വേണ്ടി ഈ അതിമധുരമൊക്കെ വാങ്ങി കൊടുക്കുമായിരുന്നു. എല്ലാവരും ചിരിക്കും, പക്ഷെ ആ ഭോഷത്വത്തിൽ എന്തൊക്കെ ഞാൻ ചെയ്തു, അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ചിരിക്കുന്നു പറയുമ്പോൾ ഈ മുക്കിക്കൂടെ പാടുന്ന ഒരു ആ ഒരൊറ്റ വിഷയത്തിൽ അതുകൊണ്ട്, കാരണം ശബ്ദം ക്ലിയർ അല്ല. ഇവിടെയാണ് വലിയ അത്ഭുതം എന്ന് പറയുന്നത്. കാരണം നിവിൻ പാസ്റ്ററുടെ ഇന്നത്തെ ശബ്ദവും ഈ ക്ലഫ്റ്റ് പാലറ്റ് വന്നിട്ട് മുക്കിക്കൂടെ സംസാരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്ര അത്ഭുതകരമായിട്ട് ഒരു വർഷിപ്പ് ലീഡറായി മാറിയത്? ഇത് ദൈവത്തിൻ്റെ വലിയ മറക്കളാണ്. അതിന് ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചത് ആൻറ്റിയെ. കാരണം വിശ്വാസത്തോട് എഴുതി വെച്ചു അല്ലേ? അത് മാത്രമല്ല പാസ്റ്റർ, ഞാൻ ഒരു വാക്കും കൂടി പറയാം. ഞാനിങ്ങനെ പറയുമായിരുന്നു, ഏത് വിഷയമാണ് ഇവൻ്റെ കുറവ് അത് അവൻ്റെ ശുശ്രൂഷയായി മാറട്ടെ. ശബ്ദമാണ് അവൻ്റെ കുറവെങ്കിൽ അവൻ്റെ ശബ്ദത്തിൽ കൂടി അവൻ ദൈവത്തെ അറിയിക്കട്ടെ. കർത്താവ് അവൻ്റെ ശബ്ദത്തിൽ കൂടി അവൻ അറിയപ്പെടും. കർത്താവിൻ്റെ നാമത്തിൽ അവൻ ക്രിസ്തുവിൽ പ്രസിദ്ധനാകണം. അതുമാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. അത് കർത്താവ് ചെയ്തു. താങ്ക് യു. കണ്ണുനീരോടുകൂടെ മാത്രം കേൾക്കാൻ കഴിയുന്ന ആൻറ്റിയുടെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദൈവം എത്ര വലിയവൻ അല്ലേ! ഇന്ന് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി കൊണ്ടിരുത്തി. ദൈവത്തിന് കോടി കോടി നന്ദി കരട്ടെ. പാസ്റ്റർ എന്ത് പറയുന്നു? ക്ലഫ്റ്റ് പാലറ്റ് അനുഭവങ്ങൾ അല്ലേ, ആളുകള് പരിഹസിച്ചതും അല്ലയോ? പാസ്റ്റർക്ക് പറയാം കേട്ടോ. ഞാൻ ഈ മൈക്ക് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ കൊതിച്ച വർഷങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. എനിക്കിന്ന് ഓർമ്മയാണ്, ഞങ്ങളുടെ മാതൃ ചർച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ആദ്യകാല ചർച്ചിൽ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ എനിക്ക് ഈ മൈക്ക് തൊടാനോ അതിൻ്റെ അടുത്ത് പോകാനോ പറ്റില്ല.
കാരണം അക്ഷരസ്ഫുടതയില്ല. അപ്പം അങ്ങനെ പാടാനൊന്നും അവസരമില്ല. എനിക്കിന്നും ഓർമ്മയുണ്ട്. എനിക്ക് പക്ഷെ ഭയങ്കര ആഗ്രഹം, എങ്ങനെയായിരിക്കും എൻ്റെ സൗണ്ട് ഔട്ട്പുട്ടിൽ വരിക, എങ്ങനെയായിരിക്കും എൻ്റെ സൗണ്ട് ആ ബോക്സിൽ കേൾക്കുക. പക്ഷെ ആ മൈക്കൊന്നും എനിക്ക് തന്നിട്ടില്ല. ചർച്ചിൽ നിന്ന് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ആ മൈക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ഏതൊക്കെ പാട്ട് പാടി. പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു, പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അമ്മ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനകൾ ഒരാഘോഷമായിരുന്നു. എനിക്കിന്ന് ഓർമ്മയുണ്ട്. അന്നൊന്നും തബലയില്ല. അപ്പം മുളകിൻ്റെ ടിന്നും അങ്ങനത്തെ ടിന്നൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഞങ്ങൾ ആരാധിച്ച് തുടങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ആൽബം കോട്ടയത്തുള്ളൊരു എൻ്റെ ഒരു സ്നേഹിതനാണ് പാസ്റ്റർ ജോസ്ഫിൻ. അദ്ദേഹം എഴുതിയൊരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു വരി പോലും പാടാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. പാട്ട് അറിയാത്തത് കൊണ്ടല്ല. എൻ്റെ സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു, ബിനീഷ് പാസ്റ്റർ പറഞ്ഞു പാടുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ എന്നെ കൊണ്ട് കഴിയുന്നില്ല, കാരണം ഞാൻ ഈ ശബ്ദം കൊണ്ട് അവഗണിക്കപ്പെട്ട ഒരാളാണ്. ഇന്ന് ഞാൻ അറിയുന്നത് എൻ്റെ ശബ്ദം കൊണ്ടാണ്. യേശു ആർക്കും കടക്കാരനല്ല. പ്രൈസ് ഗോഡ്. ശബ്ദം എങ്ങനെ കിട്ടിയെന്നുള്ള കഥ ഞങ്ങൾക്ക് കേൾക്കണം. അപ്പം ഞാനിങ്ങനെ കൊതിച്ചിരുന്നു. അതിനു മുമ്പേ തന്നെ ഈ ജനിച്ച് എന്നെ വളർന്ന ഒരു 8 വയസ്സ് 10 വയസ്സിൻ്റെ അകത്ത് തന്നെ 3 തവണ എൻ്റെ തൊണ്ടയ്ക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പാരൻസ് ആഗ്രഹിച്ചു. അവരതിനു വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ 3 തവണയും എൻ്റെ ഓപ്പറേഷൻ നടന്നില്ല. എന്തൊക്കെ തടസ്സങ്ങൾ കാരണം എൻ്റെ ഓപ്പറേഷൻ മാറിപ്പോയി. അപ്പം 4ാമത്തെ തവണ ഇതുപോലെ പത്രത്തിലൊരു ആഡ് കാണുകയും നമ്മുടെ നെയ്യാറ്റിൻകരയുടെ അടുത്തൊരു സ്ഥലമുണ്ട് ബാലരാപുരം. ആ സ്ഥലത്ത് ഒരു സ്പെഷ്യൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. ക്ലെഫ്റ്റ് പാലറ്റിന് പ്രോബ്ലം ഉള്ളവരെല്ലാവരെയും അതിലേക്ക് അവരിങ്ങനെ ഇൻവൈറ്റ് ചെയ്തിട്ടൊരു എന്താ പറയുക, ഒരു ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ് അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളല്ല കണ്ട, ഞങ്ങളുടെ വിശ്വാസിയാണ് ആ ആഡ് കണ്ടിട്ട് അവർ പറഞ്ഞത്, നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്നിങ്ങനെ അദ്ദേഹം ചോദിച്ചു. ഞങ്ങൾ ഒരു പ്രതീക്ഷയുമില്ല ഇത് നടക്കോ ഇല്ലേ. പക്ഷേ മനസ്സോടെ അപ്പോഴും പപ്പയും മമ്മിയും തീരുമാനിച്ചു, ഇത് അടുത്തല്ലേ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എൻ്റെ അറിവ് ശരി ഒരു 10 കിലോമീറ്ററിന് അകത്തേ ഉള്ളൂ നെയ്യാറ്റിൻകരയിൽ നിന്ന്, എന്തായാലും നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞ് തീരുമാനിക്കുകയും ഞങ്ങൾ പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് 14 വയസ്സാണ്. അപ്പോഴും എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ബ്ലൈൻഡ് സ്കൂളാണ്, എന്നിൽ ഇന്നതൊക്കെ ഒരു ടാലൻ്റ് ഉണ്ടെന്നും ശരിയായ ഒരു ട്രെയിനിങ് എന്നെ ട്യൂൺ ചെയ്തെടുത്തത് ബ്ലൈൻഡ് സ്കൂളാണ്. അവരൊരു വിദ്യാഭ്യാസം മാത്രമല്ല, എന്നിലെ എബിലിറ്റികൾ കൂടെ അവർ തിരിച്ചറിയാൻ തുടങ്ങി, എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. എന്നെ ആ ശബ്ദത്തിലും എന്നെ പാട്ട് പഠിപ്പിക്കാൻ അവർ തുടങ്ങി. സത്യത്തിൽ മമ്മി ഒരു ബേസ്മെൻറ്റ് തന്നെങ്കിലും ഞാനൊരു 4.5 വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ എനിക്ക് അവസരം കിട്ടി, ലളിതഗാനങ്ങൾ പാടാൻ. ആ ശബ്ദത്തിൽ എന്നെ അവർ പാടിപ്പിച്ചെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു, ഇപ്പോൾ ഞാൻ അതിനെ ചിന്തിക്കും അതൊരു അനുഗ്രഹമായിട്ട്. പക്ഷെ അതൊന്നും ഒരു സാധ്യതയല്ല, അതൊന്നും ആരും അംഗീകരിക്കത്തില്ല. ക്ലാസ് മുറിക്കകത്താണ് അത് പാടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ക്യാമ്പിൽ എന്നെ കൊണ്ടുപോകുമ്പോഴാണ് എന്നെ ഡോക്ടർ പറഞ്ഞത്, ഇവിടെ വന്നതിൽ ഏറ്റവും ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നത് നിവിനാണ് അത് പറ്റുക. ഇപ്പം തന്നെ തമിഴ്നാട്ടിൽ പോകണം. തമിഴ്നാട് ജയശേഖർ ഹോസ്പിറ്റൽ എന്നൊരു ഹോസ്പിറ്റലാണ്, അവിടത്തേക്ക് പോകണം. ഞങ്ങളങ്ങനെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് ഞങ്ങൾ പോയത്. പൈസയോ ഡ്രസ്സോ ലിമിറ്റഡ് ആയിട്ടുള്ള ഇതായിട്ടാണ് ഞങ്ങൾ പോയത്. വേഗത്തിൽ തന്നെ അവിടെ നിന്ന് വണ്ടി ഉണ്ടായി ഞങ്ങളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. ഒരു രാത്രി കൊണ്ട് തന്നെ ഫുൾ ബ്ലഡ് ചെക്കപ്പും ശരീരത്തിൻ്റെ എല്ലാ ചെക്കപ്പും ഒക്കെ ചെയ്ത് 2 ദിവസത്തിൻ്റെ അകത്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് അവർ പറഞ്ഞ് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ എൻ്റെ ശബ്ദം കർത്താവ് എനിക്ക് വേണ്ടി തുറക്കുകയുണ്ടായി. അടുത്ത രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊക്കെ സ്റ്റേജുകളാണോ എന്നെ അവഗണിച്ചത്, അല്ലെങ്കിൽ മൈക്ക് തരാൻ നിനക്കിതൊന്നും കഴിയില്ല, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല, നിന്നെ പാട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ആ വേദികളെല്ലാം കൃപയാൽ എനിക്ക് നിൽക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. എങ്ങനെ പാടാതിരിക്കാൻ കഴിയും? ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാൾ അരികിൽ നീ എന്നുമെന്നും വേണം, ഒരിമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴുമൻ പ്രിയ തോഴൻ
ആയി. ഇങ്ങനെ ഈ സ്നേഹത്തിലാണ് സത്യത്തിൽ ഞാൻ ഈ പാട്ട് പാടിയത്. പ്രേസ് ഗോഡ്, പ്രേസ് ഗോഡ്, പ്രേസ് ഗോഡ്. വാക്കുകളില്ല പാസ്റ്ററെ, പറയാൻ വാക്കുകളില്ല. ദൈവത്തിന് കോടി കോടി നന്ദി കരയറ്റുകയാണ്. ക്ലിഫ്റ്റ് പാലറ്റ് സർജറി ചെയ്ത പലരുമുണ്ട്. അവരുടെയൊക്കെ സൗണ്ട് നേരെയായി കാണും. പക്ഷേ ക്ലിഫ്റ്റ് പാലറ്റ് സർജറി ചെയ്ത ഒരാളെ പാട്ടുകാരനും വർഷിപ്പ് ലീഡറും ആക്കിയത് അത് സർജറി ചെയ്ത ഡോക്ടറാണോ? അത്ര പെർഫെക്റ്റ് സർജൻ സ്വർഗത്തിലെ ദൈവം മാത്രമേ ഉള്ളൂ അല്ലേ? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന പാസ്റ്ററെ. കാരണം ഇത് ഒരുപക്ഷെ സർജറി ചെയ്ത ഡോക്ടർ കേട്ടാൽ പറയും എൻ്റെ മിടുക്ക കണ്ടോ ഞാൻ അല്ലേ. പക്ഷേ വാഗ്ദത്തങ്ങൾ, പിന്നിലുള്ള വാഗ്ദത്തങ്ങൾ അത് അത്ര പവർഫുള്ളാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പറയാം പാസ്റ്റർ, ജീവിതാനുഭവങ്ങളൊക്കെ പറയാം. പപ്പായിൽ നിന്ന് കേൾക്കണം. കാരണം ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ക്ഷമാപണത്തോടു കൂടെ പറയുകയാണ്. ഞാൻ നിവിൻ പാസ്റ്റർ മാത്രം പേരേ പറഞ്ഞുള്ളൂ. 3 പേരുടെയും പേര്, പാസ്റ്റർ വൈഫിൻ്റെയും പപ്പായുടെയും മമ്മിയുടെയും പേരൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയണം. കാരണം സാധാരണ നമ്മൾ ആസാദിയുടെ പ്രോഗ്രാം തുടങ്ങുമ്പോൾ കുടുംബ പശ്ചാത്തലമൊക്കെ ചോദിച്ച് വീട്ടുകാരുടെയൊക്കെ കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇന്ന് നമ്മളതങ്ങ് ലേറ്റായിപ്പോയി. അപ്പം പപ്പായും മമ്മിയെയും വൈഫിൻ്റെയൊക്കെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തിയിട്ട് പപ്പാടിയും കൂടെ അനുഭവം കേൾക്കാൻ നമുക്ക് പിന്നെ പാസ്റ്ററിലേക്ക് മടങ്ങി വരാം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അവരവർ തന്നെ പറയണതായിരിക്കും നല്ലത്. ഞാൻ അങ്ങനെ കൊടുക്കാം. ശരി, ശരി. പപ്പ പാസ്റ്റർ സ്റ്റുവർട്ട് എന്നാണ്. പപ്പ പാസ്റ്ററാണ്. പാസ്റ്ററാണ്. ഇപ്പൊ പാസ്റ്ററാണ്. നേരത്തെ ജോലിയായിരുന്നു. എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? എൻ്റെ പേര്, എഴുത്തുകൂത്ത പേര് വിനോദ് എന്നാണ്. ഞാനിങ്ങനെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത വ്യക്തിത്വമാണ്. സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ? അതെ, കേരള സർക്കാരിൻ്റെ അല്ലേ? കേരള സർക്കാർ, റവന്യൂ വകുപ്പ്. റവന്യൂ വകുപ്പ്. ഓ ശരി. എപ്പോൾ മാനസാന്തരപ്പെട്ടെന്ന് വെച്ചാൽ നിവിൻ്റെ അസുഖത്തോടാണ് ഞാൻ ഈ രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നു വരും. യേശുവിനെ അംഗീകരിക്കാൻ തയ്യാറായി. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഹിന്ദു പശ്ചാത്തലത്തിൽ തന്നെ? ഹിന്ദു പശ്ചാത്തലത്തിൽ തന്നെ. എൻ്റെ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ശാപമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വീണത്. എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറഞ്ഞ ഒരു ദുർമന്ത്രവാദി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ മന്ത്രവാദം ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഒരു കുടുംബത്തിൽ തന്നെ 4 ദുർമരണങ്ങളുണ്ടായി. ഒരാൾ തളർന്നു കിടക്കുന്നു. വേറൊരു കുടുംബത്തിൽ 2 സംസാരിക്കാത്ത വ്യക്തി ജീവിതങ്ങൾ, ഒരു തലയ്ക്ക് അസുഖമുള്ള വ്യക്തിത്വം ഉണ്ടാകുന്നു. വേറൊരു കുടുംബത്തിൽ അങ്ങനെ തലയ്ക്ക് അസുഖമായ 2 വ്യക്തിത്വങ്ങളുണ്ട്. അങ്ങനെ പല ശാപങ്ങളിൽ അകപ്പെട്ട കുടുംബമാണ് ഞാൻ. കൃപയാൽ ഞാനും അതുപോലെ ആകേണ്ട ഒരു വ്യക്തിത്വത്തെ കൃപയാൽ എൻ്റെ ദൈവം കണ്ടതുകൊണ്ട്, ലോകസ്ഥാപനത്തിനു മുമ്പേ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ടതുകൊണ്ട്, അതൊന്നുമാകാതെ ദൈവം എന്നെ പരിപാലിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. അങ്ങനെ ലോക ജീവിതത്തിലായിരുന്നു. മദ്യപാനം കഴിക്കുമായിരുന്നു, മദ്യം കഴിക്കുമായിരുന്നു, സിഗരറ്റ് വലി ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയത് നിവിൻ്റെ രോഗത്തോടാണ്. എനിക്ക് ഈ നല്ല യേശുവപ്പനെ രുചിച്ചറിയുവാൻ ജീവിതത്തിൽ ഭാഗ്യം കിട്ടിയത്. ആ നല്ല ദൈവത്തെ ഇന്ന് വരെയും കൈവിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ യേശുവിന് വേണ്ടി ജീവിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പാസ്റ്ററെ, അപ്പം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പം ഒരു കാര്യം പറഞ്ഞിരുന്നു, നിവിൻ പാസ്റ്ററുടെ ആ ഒരു അസുഖമാകുന്ന സമയത്ത് ഒരു ദൈവശബ്ദം കേട്ടതൊക്കെ അല്ലേ? അപ്പോൾ ആ സമയത്താണ് വിശ്വാസത്തിലേക്കും പടിപടിയായിട്ട് അടുക്കുന്നത്. പടിപടിയായിട്ട് പറയാമോ? ആ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ? എങ്ങനെയാണ് ആ ഒരു ആ നിവിൻ്റെ അസുഖത്തിൽ ഡോക്ടർമാർ പറഞ്ഞു ഈ 2 കണ്ണിനെയും എടുത്തു കളയണമെന്ന് ഡോക്ടർമാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ആ എടുത്തു കളയുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാൻസറിൻ്റെ വേരുകൾ ബ്രെയിനിലേക്ക് കയറിക്കഴിഞ്ഞു, കുറച്ചെങ്കിലും അവന് കുറേ നാൾ കൂടി ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ഒരു ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ എന്നെ മുറുകെ പിടിച്ചു. ദൈവം മോശയോട് പറയുന്നത്, മോശയെ, കണ്ണിനെ സൃഷ്ടിച്ചവൻ ഞാനല്ലേ, നാവിനെ നിർമ്മിച്ചവൻ ഞാനല്ലേ എന്ന് ദൈവം പറഞ്ഞ ഒരു വചനം ഞാൻ കയറി പിടിച്ചു. അങ്ങനെയാണെങ്കിൽ നിവിന് വേണ്ടി കണ്ണിനെ സൃഷ്ടിച്ചത് ദൈവമായതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും ഡോക്ടർമാർക്ക് സമ്മതം കൊടുക്കത്തില്ല, കണ്ണിനെ എടുത്തു മാറ്റാൻ ഞാൻ അനുവദിക്കത്തില്ല. അന്ന് തന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്രത്തോളം വിടുതൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം അവനെ നൽകി. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ക്യാൻസർ ആയിരുന്നു, കണ്ണിന് ക്യാൻസർ ആയിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. കണ്ണ് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതാ. റിമൂവ് ചെയ്താൽ കുറച്ച് നാൾ കൂടി ജീവിക്കും.
പക്ഷെ നമ്മളതിന് സമ്മതം കൊടുത്തില്ല. അതെ, അത് 69 ദിവസം പ്രാർത്ഥനയിലായിരുന്നു. ഉപവാസവും പ്രാർത്ഥനയായിരുന്നു. വീട്ടിൽ പന്തലിട്ട് പ്രാർത്ഥിച്ചു. നീ പാസ്റ്റർ അതൊക്കെ കേൾക്കുമ്പോൾ പുഞ്ചിരിക്കുവാണ്. ഈ പുഞ്ചിരിയുടെ പിന്നിൽ ദൈവമഹത്വമുണ്ട്. എന്ത് പറയുന്നു പാസ്റ്ററെ? ഇന്ന് ഞാൻ ചിരിക്കുകയാണ്, പക്ഷെ അന്ന് അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദന ആയിരുന്നു. എൻ്റെ ശരീരത്തിലാണെങ്കിലും ആഫ്റ്റർ ഞാൻ ബ്ലൈൻഡായ ശേഷവും ഞാൻ അനുഭവിച്ച വേദന എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. കാരണം 23 വർഷത്തിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും കാത്തിരിപ്പാണ് ഇന്ന് എൻ്റെ ലൈഫിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ എന്ത് വൈകല്യമാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഓക്കെ ആയിട്ട് തോന്നും. പക്ഷെ അത് ഭയങ്കര സ്ട്രഗിളിങ് ആണ്. ഓരോ മിനിറ്റും ഓരോ ദിവസവും ഭയങ്കര സ്ട്രഗിളിങ് ആണ്. ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്തൊരു ഫാമിലി കൂടെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നിരാശയിലോട്ട് പോകുമ്പോൾ അങ്ങനെ സപ്പോർട്ടിങ് ആയിട്ടൊരു സറൗണ്ടിങ് അല്ല നമുക്ക് കിട്ടുന്നെങ്കിൽ ഭയങ്കര വീഴ്ചയിലോട്ട്, അല്ലെങ്കിൽ ഭയങ്കര താഴ്ചയിലോട്ട് നമ്മൾ പോകും. പക്ഷെ അങ്ങനെ ഞാൻ ഡൗൺ ആയിരിക്കുമ്പോഴും എൻ്റെ സറൗണ്ടിങ്സ് ആണ് എന്നെ ആ പോസിറ്റീവിലേക്ക് എന്നെ കൊണ്ടുവരുന്നത്. ഏറ്റവും ഇതായിട്ട് പറയാനുള്ളത്, എനിക്ക് നല്ല ഫാമിലി കർത്താവ് എനിക്ക് തന്നു. പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരാൾ എന്നെ ബ്ലൈൻഡായിട്ടല്ല എന്നെ ട്രീറ്റ് ചെയ്യണത്, അവരിൽ ഒരാളെ പോലെയാണ് എന്നെ കൊണ്ട് നടക്കുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലത്തെ ഫ്രണ്ട്സ് എല്ലാ 10th 12th ഡിഗ്രി PG എല്ലാത്തിനും എനിക്ക് അതുപോലത്തെ ഫ്രണ്ട്സ് കൃപയാൽ ദൈവം എനിക്ക് തന്നു. ആ അവസ്ഥയിൽ ഇപ്പം പപ്പ പറഞ്ഞതുപോലെ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഭയങ്കര വിഷമമായിരുന്നു ലൈഫിൻ്റെ അകത്ത്. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. കാരണം പെട്ടെന്ന് ഓടി നടന്ന ഒരാൾ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ഞാൻ ദൈവത്തോട് വിഷമം പറഞ്ഞിട്ടുണ്ട്. എന്താ കർത്താവേ, എനിക്ക് മാത്രം ഇങ്ങനത്തെ വിഷമതകൾ, എനിക്ക് മാത്രം ഇങ്ങനത്തെ പ്രയാസങ്ങൾ കർത്താവ് എനിക്ക് തരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന മുറിയിൽ പഠിപ്പിച്ചൊരു ദൈവശബ്ദം, അടഞ്ഞ ഒരു വാതിലിനെ നോക്കാതെ നിനക്ക് വേണ്ടി എത്രയോ വാതിൽ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. അടഞ്ഞ കണ്ണിനെ മാത്രം നീ നോക്കാതെ എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതിനെ ഫോക്കസ് ചെയ്യാൻ എൻ്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയും അങ്ങനെ ഒരു ബോധ്യത്തിലാണ് ഇന്ന് വരെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. 23 വർഷം എന്ന് പറഞ്ഞു. 23 വർഷത്തിൻ്റെ കണക്കെന്തുവാ? 23 വർഷത്തെ കാത്തിരിപ്പിൻ്റെ കണക്കെന്തുവാ? ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ഞാനത് ഓർക്കുകയുണ്ടായി. 2002 എൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. 2003 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബോംബെയിൽ ബെനിഹിൻ പാസ്റ്റർ വന്നത് ഓർക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഈ ബോംബെയിലേക്ക് എന്നെ പിതാവ് കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മാക്സിമം മരുന്നുകളാണെങ്കിലും പാസ്റ്റേഴ്സ് ആണെങ്കിലും പ്രാർത്ഥനകൾ എല്ലാം എൻ്റെ പിതാവ് ചെയ്തു. ബാംഗ്ലൂരിൽ പിറ്റേ വർഷം ബെനിഹിൻ പാസ്റ്റർ വന്നു. അന്നും നമ്മൾ പോയി. രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രസംഗിക്കുന്ന മുഴുവൻ ബ്ലൈൻഡ്നെസ്സിനെ പറ്റിയാണ്, ബർത്തിമയെ പറ്റിയാണ്. അപ്പം നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ കണ്ണ് തുറക്കും, ഇപ്പോൾ എൻ്റെ കണ്ണ് തുറക്കും, അടുത്ത ദിവസം ഓരോ ദിവസം കഴിയുന്നവരും ഭയങ്കര പ്രതീക്ഷയാണ്. പക്ഷേ ദൈവത്തിന് എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. അടയ്ക്കാനും തുറക്കാനും എല്ലാത്തിനും ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. അതെ, പാസ്റ്റർ മെസ്സേജ് നേരത്തെ കേട്ടതുകൊണ്ട് എനിക്കറിയാം. ഈ കിടക്കുമ്പോൾ പ്രവാചകന്മാർ വന്ന് പ്രവചിച്ചു, നീ വർഷിപ്പ് ലീഡർ ആകുന്നു അല്ലേ? മൂക്കുകൊണ്ട് പാടുന്ന ആളിനോട് കണ്ണ് കാണാൻ വയ്യാത്ത ആളിനോട് പറഞ്ഞ് നീ രാജ്യങ്ങളിൽ പോകുമെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ ചർച്ചിലിരിക്കുമ്പോൾ എനിക്കറിഞ്ഞുകൂടാ, എവിടെ നിന്ന് ആരെങ്കിലും ആര് വന്നാലും എനിക്കൊരു പ്രവചന ശബ്ദം അല്ലെങ്കിൽ എനിക്കൊരു പ്രവചന ശബ്ദം മാറ്റി വയ്ക്കാതെ പോകത്തില്ല. അപ്പോഴാണ് എൻ്റെ പപ്പ ആ ക്യാൻസറിൻ്റെ റിപ്പോർട്ടും ഇതെല്ലാം കയ്യിൽ വെച്ച് തലക്കെ വെച്ചിരിക്കും, പ്രാർത്ഥിക്കുമ്പോഴാണ് പറയണത്, നീ രാജ്യങ്ങളിൽ സഞ്ചരിക്കും, ദേശാന്തരങ്ങളിൽ സഞ്ചരിക്കും, കർത്താവിനെ ഉയർത്തും. മൈക്ക് പോലും പിടിക്കാൻ അനുവാദമില്ല, മൈക്ക് തരത്തില്ല. ആ സ്ഥാനത്താണ് പറയണത്, നീവൻ പാടും, ദൈവരാജ്യത്തിന് ഇവൻ്റെ ശബ്ദം ഉപയോഗിക്കപ്പെടും. പക്ഷെ ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, നമ്മുടെ നേരെ പറഞ്ഞ റിപ്പോർട്ടുകളല്ല സത്യം, പകരം ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ് സത്യം. അതിന് ചിലപ്പോൾ 23 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമായിരിക്കും.
അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അപ്പൻ പറഞ്ഞതാണ് സത്യം, ലോകം പറഞ്ഞതല്ല സത്യം. അതാണ് എൻ്റെ ലൈഫ് കൊണ്ട് കർത്താവ് എന്നെ പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. രാജ്യങ്ങളിൽ പോകുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പോയി. 2023 പോകാൻ ദൈവം എനിക്ക് അവസരം തന്നത് ദുബായിൽ. ഇനി വരുന്ന നാളുകളിൽ ഉടനെ പോകും. ദുബായിൽ അടുത്ത വീക്ക് പിന്നെയും പോകാനിരിക്കും. അതെ, പോകാതിരിക്കുക. 1-2 കാര്യങ്ങൾ ഇങ്ങനെ പ്രോസസ്സിങ്ങിലാണ്. പോകും. ഇനി ഈ വർഷം എന്തായാലും യാത്രകൾ ആണ്. അതും എല്ലാം വരുന്നത് ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. അപ്പം ഇതൊക്കെ വരുമ്പോൾ എൻ്റെ ലൈഫിൽ ഓരോ ഇപ്പം ഇവിടെ തന്നെ വരാൻ എനിക്ക് പാഷനെ അറിയത്തില്ല. നമ്മൾ എൻ്റെ യൂട്യൂബിൽ മാത്രമേ പരിചയമുള്ളൂ. പക്ഷേ എന്നെ ഇന്ന് ആസാദ് പ്രയർ റൂമിൻ്റെ അകത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നത് ആ വരികളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, പാടുക പാടുക, പ്രാർത്ഥിക്കുക, വഴി തുറക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതായത് പാടാൻ തുടങ്ങിയിട്ടും ദീർഘവർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ആ ഒരു വീഡിയോ പുറത്തു വന്ന ആളുകൾ പരിചയപ്പെടാൻ, അല്ലേ? ഞാൻ ഇന്ന് ഓർക്കുന്നു, 2002 ഞാൻ എൻ്റെ ചർച്ചിൽ ടാമറിൻ വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ വായിച്ച് തുടങ്ങിയ ഒരാളാണ്. തബല, എൻ്റെ ചർച്ചിൽ തബല പ്ലേ ചെയ്യുമായിരുന്നു. അങ്ങനെ അപ്പോഴും എല്ലാവരും പറഞ്ഞു, നിനക്കൊരു ഉയർച്ചയില്ല, കാരണം തബലിസ്റ്റ് നിന്ന് വായിക്കില്ലല്ലോ, ഇരുന്നല്ലേ വായിക്കണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നിനക്കൊരു ഉയർച്ചയില്ല, നീ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആരും എന്നോട് പറഞ്ഞു, നീ തബല മാത്രമല്ല, ഒന്ന് പാടി നോക്കാൻ പറഞ്ഞു. അപ്പോൾ പാടിയപ്പോൾ എല്ലാവരും പറഞ്ഞു, നന്നായിട്ടുണ്ട്, പ്ലേയിങ്ങിനെ കാട്ടിലും കൊള്ളാം സിംഗിങ് എന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ ഗ്രാജ്വലിയാണ് സത്യത്തിൽ ഞാൻ ഇതിലോട്ട് എത്തി. പെട്ടെന്നല്ല, ദീർഘവർഷങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 2002 മുതൽ എൻ്റെ ഓർമ്മശം 2011 വരെ 13 വരെ ഞാനൊരു തബലിസ്റ്റായിരുന്നു. അല്ലെങ്കിൽ ചർച്ചിൽ ടാമറിൻ വായിക്കുന്ന, ബാൻഡ് വായിക്കുന്ന ഒരാളായിരുന്നു. അത് കഴിഞ്ഞാണ് ഗ്രാജ്വലി ചർച്ചിൽ ഓഫറിങ്ങിൽ പാടാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഗ്രാജ്വലി വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. അതിൽ ചെറിയ ചെറിയ തോട്ടുകൾ പറയാൻ തുടങ്ങി. അപ്പം പറയും, നിനക്ക് മെസ്സേജ് പറയാനുള്ള ഒരു ഇതുണ്ട്, പറയണം, ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതാണ് ഈ 23 വർഷം എന്ന് പറഞ്ഞത്. ഈ ഒരു ഇപ്പോഴും ഒന്നും ആയിട്ടില്ല, എന്നല്ല ഞാൻ പറയണേ. ആ ഒരു ലെവലിലോട്ട് എത്താനായിട്ട് പടിയായിട്ടാണ് ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടത്. അതുകൊണ്ട് ഇപ്പം എൻ്റെ ചർച്ചിലാണെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഒരു ഗ്രൗണ്ട് ലെവൽ നിൽക്കുന്ന ആളുടെ വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ദൈവം എന്നെ പഠിപ്പിച്ചു. അത് ഒരു ആസ്മയുടെ കഥയുണ്ടല്ലോ. അതെ, അത് എനിക്ക് ഈ ക്യാൻസറിനെക്കാട്ടിലും എൻ്റെ ശബ്ദത്തെക്കാളും ഞാൻ ഏറ്റവും തകർന്നു പോയത്, അല്ല ഇപ്പോഴും ഞാൻ ഓരോ മാസം മെഡിസിൻ വാങ്ങുമ്പോഴും സങ്കടത്തോട് ദൈവത്തോട് പറയാം, കർത്താവേ അതൊന്ന് മാറ്റി തന്ന നന്നായിരിക്കും. അപ്പോഴും പൗലോസിനോട് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക്. ആ വാക്കൊക്കെ പ്രസംഗിക്കണതല്ല, അത് ജീവിതത്തിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. അത് ഭയങ്കരമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, 2012 ഒരു രാത്രി ഉറങ്ങാൻ കഴിയാതെ, കിടക്കാൻ കഴിയാതെ നിന്നുറങ്ങുകയും എൻ്റെ മേശയുടെ മുകളിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുകയും ഭയങ്കര ഭാരമായിരുന്നു. അങ്ങനെ ട്രാൻഡം തന്നെ വിദഗ്ധമായ ഈ ലങ്സിൻ്റെ മാത്രം സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുണ്ട്, അദ്ദേഹത്തിനെ ചെന്ന് കാണുകയും ആ ഡോക്ടർ പറഞ്ഞത് 60% എൻ്റെ ലങ്സ് ചുരുങ്ങിയിട്ടാണ് ഉള്ളത്. അതുമാത്രമല്ല, ഇൻഹേലർ എടുക്കുക, എനിക്കിനി ടാബ്ലറ്റ് പറ്റത്തില്ല, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി, എനിക്ക് ഇൻഹേലർ വേണമെന്ന് എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻഹേലർ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് 3 പിന്നെ 5 തണുപ്പ് സമയത്തൊക്കെ ചിലപ്പോൾ അത് 7 അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ചർച്ചിൽ പറഞ്ഞതുപോലെ, കംപ്ലൈൻറ്റ് പറയാനാണെങ്കിൽ, ക്ലെയിം ചെയ്യാനാണെങ്കിൽ എനിക്ക് ഒരുപാട് ദൈവത്തോട് ക്ലെയിം ചെയ്യാനുണ്ട്. എനിക്കതിലും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, അവകാശവും ദൈവത്തോട് പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവത്തോട്, കർത്താവേ കാഴ്ചയും തന്നിട്ടില്ല, ശബ്ദവും തന്നിട്ടില്ല, ശ്വാസവും തന്നിട്ടില്ല. മാനുഷ്യമായി ചിന്തിച്ചാൽ എന്തു ജന്മമല്ലേ, എന്ത് അവസ്ഥയാണ്. ലൈഫിലെ 3 ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ, കാഴ്ചയും ശ്വാസവും എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരു മനുഷ്യനില്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് സന്തോഷിക്കാനാണ്? എന്തിലാണ് അയാൾ സന്തോഷിക്കേണ്ടത്? എന്ത് പറഞ്ഞിട്ടാണ് അയാൾ ഓരോ ദിവസം പ്രത്യാശയോടെ തുടങ്ങേണ്ടത്? അപ്പോഴാണ് പരിശുദ്ധാത്മാവിനോട് പഠിപ്പിച്ചത്, ഇതിനേക്കാൾ അപ്പുറം അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ ഇതിനെല്ലാം കവർ ചെയ്യും. ഇന്ന് എന്നെ നിർത്തിയിരിക്കുന്നത് എനിക്ക് ഉറപ്പാണ്, എൻ്റെ മേൽ പകർന്ന അഭിഷേകമാണ്. വേദനകൾ വരും, നിരാശകൾ വരും, പ്രയാസങ്ങൾ വരും, അപ്പോഴൊക്കെ എന്നെ നിർത്തുന്നത് അഭിഷേകമാണ്. അങ്ങനെ വേദനയൊക്കെ വരുമ്പോൾ ഞാൻ ഓടി എൻ്റെ പ്രാർത്ഥന മുറി പോകും, വർഷിപ്പ് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങും. എനിക്ക് പ്രാർത്ഥനയെക്കാളും കൂടുതൽ ഇഷ്ടം വർഷിപ്പ് ചെയ്യാനാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഒറ്റയ്ക്കിരുന്ന്
വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കും, പാടും, പ്രാർത്ഥിക്കും. അങ്ങനെയാണ് എൻ്റെ അകത്ത് ദൈവം ചില വചനങ്ങൾ തരുന്നത്, ദൂതുകളെ തരുന്നത്, മെസ്സേജ്. അങ്ങനെ എൻ്റെ പ്രാർത്ഥന മുറിക്കകത്താണ്. പിന്നെ ഒത്തിരി യാത്ര ചെയ്യുമ്പം കർത്താവ് എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ നേരത്തെ പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ ബ്ലൈൻഡ്നെസ്സിന് ഭയങ്കര വേദനയാണ്. ഇതെല്ലാം അസ്വസ്ഥതകളെന്ന് പറഞ്ഞ വേദനയാണ്. ഇസ്രായേലിൽ ഒരുപാട് ഇടയന്മാരുണ്ട്, സത്യമാണ്. പക്ഷേ അഭിഷേകമുള്ള ഇടയൻ ഒന്നേ ഉള്ളൂ. അതുപോലെ ബ്ലൈൻഡുകൾ ഒത്തിരി ഉണ്ട്, ഒത്തിരി ബ്ലൈൻഡ് ആൾക്കാരുണ്ട്. പക്ഷേ ദൈവം എന്നെ അതിൽ സ്പെഷ്യലാക്കിയത് എൻ്റെ മേൽ കർത്താവ് അനോയിൻറ്റിങ്ങിനെ തന്നു, പരിശുദ്ധാത്മാവൻ എൻ്റെ അകത്ത് തന്നു. അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഞാൻ ഇന്ന് രാവിലെ പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചയിൽ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ്, പ്രത്യേകമായിട്ടുള്ള ദൈവത്തിൻ്റെ വ്യത്യസ്ത തിരഞ്ഞെടുപ്പാണ് പാസ്റ്റർ. എൻ്റെ മനസ്സിലേക്ക് മാനുവേൽ ഉപദേശിയൊക്കെ ഓടി വന്നു. എൻ്റെ മനസ്സിലേക്ക് മാനുവേൽ ഉപദേശിയൊക്കെ ഓടി വന്നു. മാനുവേൽ ഉപദേശിയെപ്പോലെ കുറേ അഭിഷക്തന്മാർ മലയാളക്കരയിലുണ്ടായിരുന്നു. കണ്ണിന് കാഴ്ചയില്ലായിരുന്നു, പക്ഷേ അകത്തെ പ്രവചന ദർശന കണ്ണുകൾക്ക് ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു. ഞാൻ അടുത്ത ജനറേഷനിലൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഇന്ന് രാവിലെ ആ മീറ്റിംഗ് കണ്ടപ്പോൾ എനിക്ക് വിശ്വാസം വർദ്ധിക്കുകയാണ്. നിവിൻ പാസ്റ്റർ അടുത്ത ജനറേഷനിലെ ആ ഒരു കോളാകട്ടെ പാസ്റ്റർ. അതുകൊണ്ട് ദൈവം ചിലത് അടച്ചത് മുമ്പേ പറഞ്ഞില്ലേ, ഈ പാവമൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ദർശന കണ്ണുകൾ തുടർന്ന് അനേകർക്ക് വേണ്ടി, മുഖം കാണാത്തവർക്ക് വേണ്ടി മുഖം നോക്കാതെ ദൂത് പറയും അല്ലേ അല്ലേ. നമ്മളൊക്കെ മുഖം നോക്കി പറയാൻ പറ്റും, നമുക്ക് ആളിൻ്റെ തരവും മുഖവും നോക്കിയിട്ട് ലക്ഷണം നോക്കി പറയാൻ പറ്റും. പക്ഷേ പറഞ്ഞാട്ടെ, അത് ശരിയാണ്. എൻ്റെ ലൈഫിൽ 2 നഷ്ടങ്ങളാണ് പാസ്റ്റർ ഉള്ളത്. ഒന്ന്, ഈ പാസ്റ്ററിനെ കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊരു ദുഃഖം എൻ്റെ അകത്തുണ്ട്. 2, വർഷിപ്പിൻ്റെ കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മളെ വിട്ടുപോയ ചിക്കുചായന്, ഇതെൻ്റെ ലൈഫിൽ ഭയങ്കര നഷ്ടങ്ങളാണ്. കാരണം ഞങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ്നെസ്സിൽ അത്രയും ദൈവസന്നിധിയിൽ നിന്ന ഒരു അഭിഷക്തനാണ്. അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമം എൻ്റെ ലൈഫിലുണ്ട്. പക്ഷേ കൃപയിൽ പാസ്റ്റർ പറഞ്ഞ ആ വാക്കുകൾ ഞാൻ അതുപോലെ സ്വീകരിക്കുന്നു. ഈ ജനറേഷനിൽ അങ്ങനെ നിൽക്കാൻ കർത്താവ് എനിക്ക് അവസരം തരട്ടെ. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ്സ് ആണ്. ജീവിത പങ്കാളിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ബീഹാറിൽ ഏതോ ഒരു കൺവെൻഷന് പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്നാണ് നിങ്ങൾ ഒന്നിക്കാനുള്ളൊരു കാരണമായി തീർന്നത്. അതായത് സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം അല്ലേ? അതെ അതെ. അപ്പോൾ ആരാ അത് പറയുന്നത്? പാസ്റ്റർ പറയുമ്പോൾ സിസ്റ്റർ പറയുമ്പോൾ? ഞാനൊന്ന് തുടങ്ങിയിട്ട് അവളിലേക്ക് പോകാം, എൻ്റെ വൈഫിലേക്ക് പോകാം. പേരൂടെ പറഞ്ഞു. എൻ്റെ വൈഫിൻ്റെ പേര് പ്രേമലത എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട് ബീഹാർ പൂർണിയ ഡിസ്ട്രിക്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ ഭവനമായിരിക്കുന്നത്. ഭയങ്കര പവർഫുള്ളാണ്, ഒരു മിഷണറിയാണ്, സൺഡേ സ്കൂൾ, യൂത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ ആക്റ്റീവാണ്. എനിക്ക് ലിമിറ്റേഷനുള്ള എല്ലാ ഏരിയകളും അദ്ദേഹം കവർ ചെയ്യും. നല്ല സിംഗറാണ്, പ്രീച്ച് ചെയ്യും. ഒത്തിരി കാര്യങ്ങൾ കർത്താവ് അദ്ദേഹത്തിലൂടെ യൂസ് ചെയ്യും. ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ, എൻ്റെ ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും, അല്ലെങ്കിൽ ഞങ്ങൾ ആ ഏരിയയിൽ 5 പേര് ഒരേ ടൈമിൽ ഒരേ വർഷം ജനിച്ചവരാണ്, 93-ൽ. അങ്ങനെ 4 പേരുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ അവരുടെ എല്ലാ വിവാഹത്തിന് പോകുമ്പോൾ അവർ പറയും അടുത്ത് നിവിൻ്റെതാണ് നടക്കാൻ പോണേ. പക്ഷേ എനിക്കറിയാം അത് നടക്കൂല എന്നറിയാം. കാരണം നടക്കൂല എന്ന് പറയാൻ കാരണം എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 2 ഡെഡിക്കേഷനുള്ള പെങ്കൊച്ചാണ് എൻ്റെ ലൈഫിലേക്ക് വരേണ്ടത്. ഒന്ന്, നിവിൻ എന്ന ശുശ്രൂഷകനെ ആ സമർപ്പണത്തോടെ സ്വീകരിക്കുന്ന ഒരാൾ. 2, നിവിൻ എന്ന വൈകല്യമുള്ള വ്യക്തിയെ അതുപോലെ ഡെഡിക്കേറ്റഡ് ആയത് ചെയ്യുന്ന ഒരാളായിരിക്കണം എൻ്റെ ലൈഫിൽ വരേണ്ടത്. അപ്പം ഞാൻ തമാശയ്ക്ക് പറയും, എന്നോട് ഒരുപാട് ദൂതുകൾ പറയുമ്പോൾ വേദനിപ്പിക്കാതെ ഞാൻ പറയും, ഇവിടെ ഒരു സമർപ്പണം ഉള്ളതിനെ ഞാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോഴാണ് ഈ 2 സമർപ്പണം ഉള്ളത് എന്ന് ഞാനിങ്ങനെ തമാശയ്ക്ക് പറയും. പക്ഷെ അപ്പോഴും പ്രാർത്ഥിക്കാൻ ഒരു സഭ, പ്രാർത്ഥിക്കാൻ ഒരു കുടുംബം, എനിക്ക് വേണ്ടി കരയാൻ ഒത്തിരി പേര് അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. എൻ്റെ 30-ാം വയസ്സിലാണ് വിവാഹം നടന്നത്. എന്നെ അന്നും ആശ്വസിപ്പിക്കും ആൾക്കാർ. ആശ്വസിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിവിനെ നിനക്ക് വൈകല്യമുള്ളൊരു പെങ്കൊച്ചായിരിക്കും വരുന്നത്, നിനക്ക് ചിലപ്പോൾ വൈകിയായിരിക്കും വിവാഹം നടക്കണേ, വിവാഹത്തെ പറ്റി സ്വപ്നം കാണരുത്, ചിലപ്പോൾ ദൈവം നിനക്കത് തന്നിട്ടില്ലായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കണതാണ്. പക്ഷേ കേൾക്കുന്നവൻ എത്രത്തോളം അത് സങ്കടകരമാണെന്ന് അവർക്കറിയത്തില്ല. പക്ഷേ അത് ഞാൻ അത് ചിലത് സ്വീകരിക്കും, ചിലത് അതുപോലെ അങ്ങ് ഇഗ്നോർ ചെയ്യും. പക്ഷേ കൃപയാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 3000 കിലോമീറ്റർ മാറിയിട്ടാണ് എൻ്റെ ഭാവിയെ ദൈവം സെറ്റ് ചെയ്തത്. അപ്പം ബാക്കി കാര്യങ്ങൾ എൻ്റെ വൈഫ് തന്നെ പറയും. കുഴപ്പമില്ല, അറിയാവുന്ന മലയാളത്തിൽ. മലയാളം കുറവാണെന്നറിയാം, എന്നാലും. എൻ്റെ പേര് പ്രേമലത ആണ്.
ഹിന്ദി പറഞ്ഞ ഐ വിൽ ട്രാൻസ്ലേറ്റ് ഇറ്റ്. मेरा नाम प्रेमलता है। എൻ്റെ പേര് പ്രേമലത എന്നാണ്. मैं बिहार से हूँ। ഞാൻ ബീഹാറിൽ നിന്നാണ്. मैं प्रभु को धन्यवाद करती हूँ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു कि प्रभु ने ये इस जगह में अपने जीवन के बारे में कुछ बातों को बोलने के लिए अवसर दिया। കർത്താവ് ഇങ്ങനെ ഒരു അവസരം നൽകിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. मैं एक मसीह परिवार में जन्म ली हूँ എൻ്റെ ജന്മം ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ്. और मेरा पिता पास्टर है। എൻ്റെ പപ്പ പാസ്റ്ററാണ്. हाँ। मैं मसीह परिवार में जरूर जन्म ली थी, എൻ്റെ ജന്മം ക്രിസ്തീയ കുടുംബത്തിലാണെങ്കിലും लेकिन मैं प्रभु में उतना मजबूत नहीं थी। ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ അത്ര വിശ്വാസത്തിൽ ബലമുള്ള രീതിയിലായിരുന്നില്ല. लेकिन प्रभु ने हमें कुछ समय के बाद प्रभु की महिमा में आगे बढ़ने के लिए अवसर दिया। എന്നാൽ അല്പസമയങ്ങൾക്ക് ശേഷം കർത്താവ് ദൈവത്തിൻ്റെ മഹത്വത്തിൽ മുൻപോട്ട് സഞ്ചരിക്കാനുള്ള കൃപ എനിക്ക് തന്നു. और परमेश्वर ने हर एक बात मेरे जीवन के हर एक कार्य में प्रभु मुझे उत्साह किया। ദൈവം എന്നെ ഓരോ കാര്യങ്ങളിലും ഉത്സാഹിപ്പിച്ച് വഴി നടത്തുവാനിടയായി തീർന്നു. सबसे पहले हम उस प्रभु को बहुत धन्यवाद करते हैं കർത്താവിനെ വളരെ നന്ദി കരയറ്റുകയാണ്. कि मेरे जीवन में मतलब एक क्या बोलते हैं रिजेक्शन ऐसा मैं मेरे जीवन में था। എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ റിജക്ഷൻ്റെ അവസ്ഥയുണ്ടായിരുന്നു. मेरे माता पिता होने के बावजूद भी എനിക്ക് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു എങ്കിൽ പോലും फिर भी वो लोग का प्यार मुझे महसूस नहीं था। ഞാൻ പലപ്പോഴും അവരുടെ സ്നേഹം എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. लेकिन फिर भी मैं खुशी से रहती थी എന്നാൽ ഞാൻ സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ ശ്രമിച്ചു. और प्रभु से यही प्रार्थना करती थी ഞാൻ ദൈവത്തോട് ഇത് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. कि मेरा लाइफ में एक प्रभु आपका खुशी होना चाहिए। എൻ്റെ ജീവിതത്തിൽ കർത്താവ് തരുന്ന ഒരു വലിയ സന്തോഷം എനിക്കുണ്ടാകണം. तो प्रभु ने मेरी प्रार्थना को जरूर सुना है। കർത്താവിൻ്റെ പ്രാർത്ഥനയെ നിശ്ചയമായിട്ട് കേട്ടു. हमारे बिहार में कहा जाए तो ബീഹാറിൽ നമ്മൾ പറയുകയാണെങ്കിൽ हमारा बिहार के लोग मतलब एक लड़की का शादी 18 साल से पहले होना चाहिए। പെൺകുട്ടികളുടെ വിവാഹം 18 വയസ്സാകുമ്പോഴേക്കും കഴിയണമെന്നാണ് അവിടുത്തെ ഒരു ചിന്ത. लेकिन मेरे जीवन में ऐसा नहीं था। എന്നാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നില്ല. हमारे दो बहन की शादी എൻ്റെ 2 സഹോദരിമാരുടെ വിവാഹം मुझसे पहले हुआ എൻ്റെ വിവാഹം കഴിയുന്നതിന് മുമ്പ് നടന്നു. और उसके बाद बहुत सारे बात मुझे मतलब गांव के लोग बहुत सारे बात ऐसे बोलते हैं बिहार में। ബീഹാറിലെ ഗ്രാമക്കാർ എപ്പോഴും അങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കും. लेकिन मैं उतना मतलब मुझे सुनने के लिए नहीं मिला क्योंकि मैं हमेशा माँ बाप से दूर और बाहर थी। ഞാൻ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധ കൊടുക്കാതെ എപ്പോഴും അപ്പനും അമ്മയിൽ നിന്നുമൊക്കെ അകന്നു കഴിയുന്ന ഒരവസ്ഥയായിരുന്നു. इसलिए मैं प्रभु को धन्यवाद करती हूँ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. कि 28 साल जो है हमारे बिहार में बहुत बड़ा एक उम्र हुआ कि 28 വയസ്സ് പറഞ്ഞാൽ ബീഹാറിലെ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ് വളരെ പ്രായമുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവിടെ ചിന്തിക്കുന്നത്. लेकिन सबसे महत्व बात और मैं प्रभु को धन्यवाद करती हूँ कि എന്നാൽ ഏറ്റവും മഹത്വകരമായ കാര്യം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. कि हमारा मिशन हमारे साथ था। എൻ്റെ ഞങ്ങൾ ആയിരിക്കുന്ന ആ ഒരു ക്രിസ്ത്യൻ മിഷൻ എപ്പോഴും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. कई सारे आंटी लोग मेरे लिए बहुत ही प्रार्थना किया ഒത്തിരി ആൻറ്റിമാർ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. और वो लोग मुझे उत्साह किया അവരെന്നെ ഉത്സാഹിപ്പിക്കുമായിരുന്നു. कि माता पिता तुम्हारे लिए नहीं करेंगे तो फिर भी നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ മറ്റാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? लेकिन वो लोग मुझे उत्साह किया कि प्रभु जरूर एक दिन प्रभु तुम्हारे लिए एक अच्छा मार्ग रखा है। ഒരു ദിവസം ദൈവം നിനക്ക് വേണ്ടി ഒരു നല്ല വഴി വെച്ചിട്ടുണ്ട് എന്നവരെന്നെ ബലപ്പെടുത്തുമായിരുന്നു. और प्रभु ऐसा ही किया। ദൈവം അങ്ങനെ തന്നെ ചെയ്തു. इसलिए मैं प्रभु को धन्यवाद करती हूँ। ഞാൻ കർത്താവിനെ നന്ദി പറയുകയാണ്. मैं भी प्रभु से प्रार्थना करती थी ഞാൻ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു मेरे शादी के विषय में। എൻ്റെ വിവാഹത്തിൻ്റെ വിഷയത്തിന് വേണ്ടി. और प्रभु ने मुझे एक दिन ऐसा दर्शन दिया या बात ही किया ഒരു ദിവസം കർത്താവ് ദർശനത്തിലൂടെ എന്നോട് സംസാരിച്ചു. कि ऐसे मतलब एक ऐसे व्यक्ति को प्रभु तुम्हारे जीवन में देगा। ഇപ്രകാരമുള്ള ഒരു വ്യക്തിയെ ദൈവം നിൻ്റെ ജീവിതത്തിൽ തരും. लेकिन मैंने प्रभु से कुछ नहीं पूछा ഞാൻ കർത്താവിനോടൊന്നും ചോദിച്ചില്ല. और मैं प्रार्थना में आगे बढ़ती गई। ഞാൻ പ്രാർത്ഥനയിൽ മുന്നേറുവാനിടയായി തീർന്നു. और प्रभु ने
2023 4 साल पहले प्रभु ने मुझसे बात किया था 2023 ദൈവം എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. और प्रभु वैसे ही उस साल में भी किया. അങ്ങനെ തന്നെ ആ വർഷം കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്തു. लेकिन उसी साल 2023 में എന്നാൽ 2023 हमारा शादी एंगेजमेंट का महीना से 1 महीना पहले പിന്നെ വിവാഹത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു മാസം മുമ്പേ हमारे पिता मेरे मन को चोट लगाने वाला बात ऐसा मुझसे बोला. എൻ്റെ ഹൃദയത്തിന് വളരെ വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എൻ്റെ പിതാവിനോട് സംസാരിച്ചു. क्योंकि हमारे रिलेशन के लोग ऐसा बोले कि बड़ी बेटी ऐसा है तो क्यों आप उसका शादी नहीं करा रहे. വീട്ടുകാർ ചോദിച്ചു, നിൻ്റെ മകൾ, മൂത്ത മകൾ, അവൾക്ക് ഇത്രയും പ്രായമുണ്ടല്ലോ, എന്താണ് അവളുടെ വിവാഹം നടത്തി കൊടുക്കാത്തത്? लेकिन वो उस समय में ऐसा शब्द बोला, मुझे नहीं मालूम इसके बारे में. എന്നാൽ ഞാൻ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എന്താ അതിൻ്റെ കാരണം എന്നറിയില്ല. तो पर अभी मैं कुछ नहीं बोले वो लोग के सामने. ഞാൻ ഒന്നും അവരോട് സംസാരിച്ചില്ല. मैं एक रूम में गई ഞാൻ ഒരു റൂമിൽ പോയി. और मैं प्रार्थना करने लगी. ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. तब प्रभु ने मुझसे बातें किया. അപ്പോൾ കർത്താവിനോട് സംസാരിച്ചു, तुम प्रार्थना में मजबूत रहना. നീ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക. और 2023 में ही 2023 मई महीना में മെയ് മാസത്തിൽ मैं केरला में आई थी. ഞാൻ കേരളത്തിൽ വന്നു. और ऐसे 1-2 महीना हमारा कोर्स था. 2 മാസത്തെ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കേരളത്തിൽ വന്നത്. और इसके बाद मैं फिर वापस अपने घर की ओर गई 2 മാസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ച് ബീഹാറിൽ പോയി. जुलाई महीना में. ജൂലൈ മാസത്തിൽ और उसी महीना में ആ മാസത്തിൽ തന്നെ मेरा प्रपोज ऐसा आया. ഈ ഒരു പ്രപ്പോസൽ എനിക്ക് വരുവാനിടയായി തീർന്നു. वो हमारा जिसके साथ मैं रहती थी ജിസ്കെ സാത്ത് മേരാ रहती थी ഞാൻ ആരോടൊപ്പമാണോ താമസിച്ചിരുന്നത്, उन्होंने मेरे मोबाइल में ऐसा एक फ़ोटो भेजा. എൻ്റെ മൊബൈലിൽ ഒരു ഫോട്ടോ ഇട്ട് തരുവാനിടയായി തീർന്നു. तो मैं बोली ये क्या किसका फोटो है और क्यों आपने मेरे मोबाइल में भेजा है. ഞാൻ ചോദിച്ചു, ഇത് ആരുടെ ഫോട്ടോയാണ്, എന്തിനാണ് എൻ്റെ മൊബൈലിൽ ഇട്ട് വന്നിരിക്കുന്നത്? तो उन्होंने मुझे बातें किया. ആ വ്യക്തി എന്നോട് സംസാരിച്ചു. बातें करने के समय मैं कुछ नहीं बोला उससे. ഞാൻ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. इसके बाद उन लोग बात करके मुझसे मेरा डिसीजन पूछा. അവർ എന്നോട് സംസാരിച്ച ശേഷം എൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിച്ചു. इसके बाद मैं बोली ठीक है मैं प्रार्थना करके आपसे ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളോട് ഉത്തരം പറയാം. जब मैं प्रार्थना कर रही थी ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ समय प्रभु ने मुझे याद दिलाया. സ്വർഗത്തിൽ ദൈവം എന്നെ ഓർമ്മപ്പെടുത്തി. प्रभु ने जो मुझे दर्शन और मुझसे बातें किया था നേരത്തെ കർത്താവ് എന്താണോ എന്നെ ദർശനത്തിൽ കാണിച്ചത്, എന്നോട് എന്താണ് സംസാരിച്ചത്, അതെന്നെ ഓർമ്മപ്പെടുത്തി. तो मैं प्रार्थना करने के बाद ഞാൻ പ്രാർത്ഥിക്കുന്നതിന് ശേഷം मैंने उन लोग से बोला ഞാൻ അവരോട് പറഞ്ഞു, मैं उसे एक्सेप्ट करती हूँ. ഞാൻ ഈ പ്രപ്പോസൽ സ്വീകരിക്കുകയാണ്. और वैसे ही അങ്ങനെ തന്നെ परमेश्वर ने इस कार्य को सफल किया. കർത്താവ് ഈ കാര്യങ്ങളൊക്കെ നടത്തി നൽകുവാനിടയായി തീർന്നു. इसलिए मैं प्रभु को धन्यवाद करती हूँ. ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. और 2023 में 2023 प्रभु ने मेरे जीवन में एक अच्छा लाइफ पार्टनर को दिया. എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല ജീവിത പങ്കാളിയെ കർത്താവ് നൽകി. इसलिए हम प्रभु को धन्यवाद करते हैं. ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. और अभी तक भी दो साल हमारा शादी का हुआ. 2 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് हम दोनों के जीवन में किसी भी प्रकार का कोई ऐसा मतलब तकलीफ नहीं है. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഒരു പ്രതികൂലവും ഉണ്ടാകാൻ കർത്താവ് സമ്മതിച്ചില്ല. इसलिए हम प्रभु को धन्यवाद करते हैं. ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. और अच्छा परिवार हमारा जीवन में दिया. ഒരു നല്ല കുടുംബത്തെ കർത്താവ് എനിക്ക് നൽകി. इसलिए प्रभु को धन्यवाद करती हूँ. നന്ദി പറയുകയാണ് കർത്താവിന്. यहाँ पर मैं अपने बातों को समाप्त कर. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ജി, എനിക്ക് തോന്നുന്നു ആൻറ്റി ഈ വിഷയത്തിൽ അല്ലേ, വിവാഹ വിഷയത്തിലൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചതും ദൈവം നൽകിയ ഗൈഡൻസ്. അപ്പോൾ ആൻറ്റി പറയണം. ആൻറ്റിക്ക് ഒന്ന് കൊടുത്താട്ടെ. ആൻറ്റിക്ക് ചില കാര്യങ്ങൾ ഈ വിവാഹത്തെ സംബന്ധിക്കുന്നത് പറയണം എന്നുള്ളതാണ് ആൻറ്റി പറയുന്നത്. വിവാഹം എൻ്റെ ഇളയ മോന് 28 വയസ്സായിരുന്നു, നിവിക്ക് 30 വയസ്സ്. അപ്പം എബിക്ക് ശരിക്കും പ്രപ്പോസൽസ് വന്നുകൊണ്ടിരുന്ന സമയമാണ്. അന്നേരം എബി ഒരു വാക്ക് ഇങ്ങനെ എന്നോട് പറഞ്ഞു, എൻ്റെ ഇളയ മോൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മതി എനിക്ക്, എന്തായാലും ക്രമത്തിന് പോകട്ടെ എന്നൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങ് വെച്ചു. ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളും വന്നിട്ട് പറഞ്ഞു, എബി നിന്നു പോകും,
ഇവൻ്റെ കാര്യവും നടക്കൂല, അതും നടക്കൂല. ഒരു നല്ല കാര്യം കാണണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എബിയുടെ കാര്യത്തിന് ആദ്യം എന്തോ സ്റ്റെപ്പ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ആദ്യ ജാതനായി തന്ന മോൻ ഇവനാണ്, അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ കാര്യം ആദ്യം നടക്കണം. കർത്താവ് അതെനിക്ക് ചെയ്തേ മതിയാകൂ. അങ്ങനെ എൻ്റെ ഒരു പാസ്റ്ററുടെ ചേട്ടൻ്റെ മോള് സുബിത എന്ന് പറഞ്ഞ അവൾ 2 മണിക്കൂർ എല്ലാ ശനിയാഴ്ച അവൾ തൃശ്ശൂരിൽ പ്രാർത്ഥിക്കും, ഞാൻ വീട്ടിലിരുന്ന് 2 മണിക്കൂർ ഈ വിഷയം മാത്രം, വേറെ ഒന്നുമില്ല, നിവിൻ്റെ കല്യാണം നടക്കണം, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. വളരെ അത്ഭുതകരമായിട്ട് കർത്താവ് എനിക്ക് ആ വിഷയത്തിന് ഒരു മറുപടി തന്നു. കാരണം 30ാമത്തെ വയസ്സ് എക്സാക്റ്റ് ആയപ്പോൾ അവൻ്റെ കല്യാണം നടക്കണമെന്ന് ഞങ്ങൾ ടൈം വെച്ച് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഞങ്ങളുടെ സാം മാത്യു പാസ്റ്റർ നാലാഞ്ചിറയിൽ ഞങ്ങളുടെ മിഷണറി ആയിട്ട് പോയപ്പോൾ തന്നെ ബീഹാറിലേക്ക് പോയി. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ കൊച്ച് അവിടെ ഉണ്ട്, പാസ്റ്റർ ഒന്ന് അന്വേഷിക്കണം. പാസ്റ്റർ പറഞ്ഞു, ആൻറ്റി ഞാൻ ഒത്തിരി ആളുകളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ ഇത് ഈ കാര്യത്തിന് വേണ്ടി ഒത്തിരി ഫോർവേഡ് കാല് വെച്ച ആളാണ്. വയനാടിൽ, ഇടുക്കിയിൽ ഇങ്ങനെയൊക്കെ ഞങ്ങൾ മോന് വേണ്ടിയിട്ട് പ്രപ്പോസൽസ് നോക്കിയിട്ടുണ്ട്. കാരണം പഠിച്ചിട്ടുണ്ട്, MA വരെ പഠിച്ചിട്ടുണ്ട്, വീട് മോന് കൊടുക്കാം, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഒത്തിരി എന്തോ പറഞ്ഞ കണ്ടീഷൻസ് അങ്ങോട്ട് വെച്ചിട്ട് ഒരു പെങ്കൊച്ച് ഞങ്ങളുടെ സമയത്തിൽ ഞങ്ങൾക്ക് കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് അവനെ കൊണ്ടുപോകാനായിട്ട് ഒരു പാർട്ട്ണർ വേണം എന്നുള്ളൊരു ഭാഗം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരുപാട് കണ്ടീഷൻസ് വെച്ചെങ്കിലും കേരളത്തിൽ നിന്ന് സബ്മിഷനുള്ള അല്ലെങ്കിൽ ഇത്രയും ഡെഡിക്കേഷനുള്ള ഒരു പെങ്കൊച്ചിനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഈ വിഷയത്തിൽ ഒരു നോർത്ത് ഇന്ത്യൻ കൊച്ചാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് എന്നിങ്ങനെ മോനോട് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, മമ്മി നേരെ ചൊവ്വേ ഹിന്ദി പോലും പറയാൻ അറിഞ്ഞൂടാ, മലയാളം പറയുന്ന ഞാൻ എങ്ങനെ സംസാരിക്കുക, ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ, കണ്ണ് പോലും കണ്ടുകൂടാത്ത ഞാൻ വെള്ളം എടുക്കാൻ പറയണതൊക്കെ എങ്ങനെ ആയിരിക്കും മമ്മി ഒന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു, മോനെ അത് ദൈവം നടത്തും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സാം പാസ്റ്റർ നാട്ടിൽ വന്നതിന് ശേഷം ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞ ഒരു 48 മണിക്കൂറിൻ്റെ ടൈം ആ കൊച്ചു ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോൻ ചിരിച്ചുകൊണ്ട് വന്ന് പറഞ്ഞു, പാവം മമ്മി, പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും ഒക്കെ വെറുതെ, ഇനി നോ ആൻസർ വരും, എഴുന്നേറ്റ് പോ മമ്മി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഈ 48 മണിക്കൂറിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് മോർണിംഗ് പ്രെയർ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മൊബൈൽ ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടു. തുറന്നു നോക്കിയപ്പോൾ ഒരു പെങ്കൊച്ചിൻ്റെ ഫോട്ടോ. ഉടനെ പാസ് ചോദിക്കുകയാണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, അത് തീർച്ചയായിട്ടും 100% എനിക്ക് ഇഷ്ടമായി, ഓക്കെ ആണെന്ന് പറഞ്ഞ് അങ്ങോട്ട് അയച്ചു. അതിൽ മുൻപ് മോളിങ്ങനെ ഒരു വിഷയം പറഞ്ഞായിരുന്നു, അവൾ തന്നെ ഒരു ദൈവിക പ്രവചനം കേട്ടിട്ടുണ്ട്, വൈകല്യമുള്ള ഒരു വ്യക്തി വരും, റിജക്റ്റ് ചെയ്യരുതെന്ന്. എനിക്ക് പിന്നെയും ഒരു ഡൗട്ട് എൻ്റെ അകത്ത് വന്നു. വിശ്വാസത്തോടെ നമ്മൾ ചില കാര്യങ്ങൾ വെക്കുമ്പോഴും എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു മാനുഷികമായ ഒരു ആലോചന വരുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു അമ്മയാണ്, എങ്ങനെ എൻ്റെ മക്കളായിരുന്നാലും അമ്മമാർ കളയത്തില്ല, സ്വീകരിക്കും. ഇപ്പോൾ ഒരു ബലഹീനനാണെങ്കിലും LKGയിലും ഞാൻ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയി, MA പഠിക്കുമ്പോഴും അവനെ കോളേജിൽ ഞാൻ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയി, പരീക്ഷ എഴുതാനായിട്ട് BAക്കും ഡിഗ്രിക്കും ഒക്കെ ഞാൻ കൊണ്ടുപോയി. അപ്പോൾ എനിക്കതിൽ മടുപ്പില്ല. പക്ഷെ ഒരു പാർട്ട്ണർ, ഒരു പങ്കാളി എന്ന് പറയുന്നത് ഒത്തിരി സ്വപ്നങ്ങൾ കാണുമല്ലോ. മോൾക്ക് ഇതെങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ ഒറ്റ മറുപടിയാണ്, ഇത് എൻ്റെ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി ഞാൻ കാണുന്നു. ആ ഒരൊറ്റ ആൻസറിലാണ് ഞങ്ങൾ ബീഹാറിൽ പോകുകയും ഈ എൻഗേജ്മെൻറ്റ് നടത്തുകയും ഈ വിവാഹത്തിന് കാര്യാധിക മുന്നോട്ട് വയ്ക്കുകയും എല്ലാ പാസ്റ്റേഴ്സ് അതിൽ സഹകരിക്കുകയും ചെയ്തു. അതിന് കർത്താവിനെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. താങ്ക് യു ലോർഡ് വൺസ് അഗെയിൻ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഫാസ്റ്റർ ജി പറഞ്ഞോട്ടെ. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ബാബു ചെറിയ പാസ്റ്റർ എഴുതി രാജേഷ് ഏലപ്പാറ പാസ്റ്റർ പാടിയ പാട്ട് ഈ സമയത്ത് പാടിയില്ലെങ്കിൽ അതൊരു കുറവായിരിക്കും. അതെങ്ങനെയാണ്? എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേ ഷുവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേ ഷുവേ, ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപയൊന്നു മാത്രം
യേശുവേ. ഒരു മാന്യതയും പറയാനില്ലായേ, ദയൊന്നു മാത്രം യേശുവേ. വിവാഹത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരിക. ഞാൻ ഈ സമയത്ത് പ്രേമലത അങ്ങനെ വിഷമിക്കുമ്പോൾ ഞാൻ വേറൊരു സൈഡിൽ ദൈവം ഇദ്ദേഹത്തിനെ ഒരുക്കുകയായിരുന്നു, എന്നെയും ഒരു സൈഡിൽ ദൈവം പ്രിപ്പയർ ചെയ്യായിരുന്നു. ഞാൻ മെയ് മാസത്തിൽ 40 ഡേയ്സിൻ്റെ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഒരു പ്രവാചകൻ, ഇന്ന് അദ്ദേഹം പാസ്റ്റർ കെ എബ്രാഹിമിൻ്റെ അസിസ്റ്റൻ്റാണ്, അദ്ദേഹത്തിൻ്റെ പേര് റെജിൻ എന്നാണ്. അദ്ദേഹം ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ പാസ്റ്റർ ജോഷി എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ എല്ലാവരും പ്രവചിക്കുന്നത് തലയിൽ കൈവച്ചിട്ടാണ് എല്ലാ പാസ്റ്റേഴ്സും പ്രവചിക്കണേ. പക്ഷേ ഇദ്ദേഹം പാസ്റ്റർ റെജിൻ, പ്രോഫറ്റ് റെജിൻ എനിക്ക് വേണ്ടി പ്രവചിക്കുന്നത്, ഞാൻ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇദ്ദേഹം കമിഴ്ന്ന് കിടന്ന് എൻ്റെ പാദത്തിൽ മുഖം ചേർത്ത് ആ കണ്ണുനീര് എൻ്റെ പാദത്തിൽ വീണ്, അങ്ങനെയാണ് ഇദ്ദേഹം പ്രവചിക്കുന്നത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, ഭയങ്കര വിഷമം തോന്നി. ഇദ്ദേഹം പ്രവചിക്കുന്നത് എൻ്റെ വിവാഹ കാര്യങ്ങളാണ് ഇദ്ദേഹം പ്രവചിക്കുന്നത്. എനിക്കത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഭയങ്കര വിഷമം. കാരണം ഇദ്ദേഹം ഒന്നാമതിങ്ങനെ കമിഴ്ന്ന് കിടന്ന് എൻ്റെ പാദത്തിൽ ഇങ്ങനെ പിടിച്ച് ആ മുഖം എൻ്റെ പാദത്തോട് ചേർത്ത് ആ കണ്ണുനീര് എൻ്റെ പാദത്തിലേക്ക് വീണാണ് അദ്ദേഹം പ്രവചിക്കുന്നത്. ഒരു വല്ലാത്ത മാനസികാവസ്ഥയായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രവചിച്ച പ്രവചനം പക്ഷേ ഓഗസ്റ്റ് മാസം 15-ാം തീയതി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യദിനം 2023 സ്വാതന്ത്ര്യദിനത്തിന് മുമ്പേ പാസ്റ്ററിന്റെ വിവാഹം നടക്കും. പാസ്റ്ററിന്റെ വൈഫിന്റെ പേരിൽ ഒരു ലെറ്റർ R എന്നാണ്. പാസ്റ്ററിനെ പോലെ തന്നെ പൊക്കവും പാസ്റ്ററിന് അതുപോലെ തന്നെ വണ്ണവും, അങ്ങനെ ഒരാളായിരിക്കും പാസ്റ്റർ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഹൈലി അങ്ങനെ പാസ്റ്റർ പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ആ സ്വപ്നങ്ങളെല്ലാം വെടിയുക. ദൈവഹിതം എന്താണോ അത് നിങ്ങളുടെ ലൈഫിൽ നടക്കണമെന്ന് പറഞ്ഞ് പാസ്റ്റർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പാദത്തിൽ കണ്ണുനീര് വീണോണ്ടിരിക്കുക. ഇദ്ദേഹം ഓരോ വാക്ക് പറയുമ്പോഴും എനിക്ക് ഇദ്ദേഹം ഇങ്ങനെ പ്രവചിക്കുന്ന, ആരും ഇങ്ങനെ പ്രവചിച്ചിട്ടില്ല എന്നോട്. അത് ഭയങ്കര വേദനയായിരുന്നു. ഇദ്ദേഹം പ്രവചിക്കുന്നതിനേക്കാൾ എനിക്ക് സങ്കടമായിരുന്നു. എൻ്റെ പാദങ്ങൾ വീണിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, എനിക്ക് വേണ്ടി ഇങ്ങനെ കരയുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ അദ്ദേഹം എഴുന്നേറ്റു. ഞാനും പറഞ്ഞു ഓഗസ്റ്റ് 15 ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, മെയ്യിലാണ് ഞാൻ ഈ ദൈവശബ്ദം കേൾക്കണേ, 2.5 മാസമേ ഉള്ളൂ. എഴുന്നേറ്റിട്ട് അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ ഹാള് ബുക്ക് ചെയ്യണം, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, വിവാഹം നടക്കും. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ പ്രവചനം എനിക്ക് ഇഷ്ടപ്പെട്ടു, ദൂതും കൊള്ളാം, പക്ഷെ പെൺകുട്ടിയുടെ പേരറിയില്ല, ആരാണെന്നറിയില്ല, ഞാൻ എന്തോന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യാന്. അദ്ദേഹം എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു, ബുക്ക് ചെയ്യണം പാസ്റ്റർ ബുക്ക് ചെയ്യണം. ഞാൻ മനസ്സോടെ തീരുമാനിച്ച് ഹാള് ബുക്ക് ചെയ്യാം. 12 hours പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞ് ഹാള് ബുക്ക് ചെയ്യാം. സീക്രട്ടിൽ അറിയട്ടെ, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി വിവാഹത്തിനാണ്. ഇൻ കേസ് വിവാഹം നടന്നില്ലെങ്കിൽ 12 hours മീറ്റിംഗ് നടത്താം എന്ന് പറയും. ഇദ്ദേഹം എന്നും വിളിച്ചിട്ട് പറയും, അച്ഛാ ബുക്ക് ചെയ്തോ. അപ്പം ഞാൻ പറയും, ഫെയ്ത്ത് നല്ലതാണ്, പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് ബുക്ക് ചെയ്യും. എനിക്ക് അതിലോട്ടും എനിക്ക് 12 hours മീറ്റിംഗ് ചെയ്യാൻ പോലും എനിക്ക് ആ ധൈര്യം കിട്ടില്ല. കൃപയാൽ ഞാൻ പറഞ്ഞോട്ടെ. പക്ഷെ ഓരോ മാസം കഴിയുന്നതോറും ഞാൻ അദ്ദേഹത്തിനെ വിളിക്കും. ഇന്ന് ജൂൺ കഴിഞ്ഞു കേട്ടോ, ജൂലൈയിലോട്ട് പോയി, ഇനി 45 ദിവസമേ ഉള്ളൂ. ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ പറയും, ദൂത് കൊള്ളാം, പക്ഷേ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കേട്ടോ എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാം. അപ്പം അതിനോട് പറയാം, അച്ഛാ ഹോള് ബുക്ക് ചെയ്തോ, കാര്യങ്ങൾ നടക്കും. ഇന്ന് ഈ യൂട്യൂബിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞോട്ടെ, ജൂലൈ മാസം അവസാന ആഴ്ചകളിലാണ് എൻ്റെ വൈഫിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ വാട്സാപ്പിലേക്ക് വരികയും എമർജൻസി ആയിട്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റ്, ഞാൻ എൻ്റെ മാതാവ് പറഞ്ഞ ആ വാക്ക് പോലെ തന്നെ ഞങ്ങൾ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതിനു മുമ്പ് ഞാനൊന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഭയങ്കര നെഗറ്റീവ് പറഞ്ഞു, എനിക്ക് പൈസ ഇല്ല, എനിക്ക് എല്ലാവരും പറയുന്നില്ല കുറച്ച് കാണാമെന്നല്ല, 100% എനിക്ക് കാഴ്ചയില്ല, എനിക്ക് ഒന്നിനും കഴിയത്തില്ല, നീ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും എന്നൊക്കെ എത്രത്തോളം തളർത്താൻ പറ്റുമോ എൻ്റെ അറിയാമെന്നുള്ള ഇംഗ്ലീഷിലും മമ്മി കുറച്ചൊക്കെ ഹിന്ദിയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴും പ്രേമലത പറഞ്ഞത് ഇത് ദൈവത്തിൻ്റെ വേലയുടെ ഒരു ഭാഗമാണ്, എനിക്കതൊരു വിഷയമേ അല്ല. എനിക്കറിയത്തില്ല, ഞാൻ ശരീരത്തിൽ രോഗത്തിൽ ഇത്ര വേദന അനുഭവിച്ചെങ്കിൽ അദ്ദേഹം മാനസികമായി ഒത്തിരി എന്നെക്കാൾ വേദന അനുഭവിച്ച ഒരാളാണ്. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയി.
എൻ്റെ പ്രോഫറ്റ് എന്നോട് പറഞ്ഞത് ഓഗസ്റ്റ് മാസം 15-ാം തീയതിക്കകത്ത് പാസ്റ്ററിൻ്റെ വിവാഹം നടക്കും. ഓഗസ്റ്റ് മാസം 7-ാം തീയതി ബീഹാറിൻ്റെ അവിടുത്തെ ഒരു കൾച്ചർ വെച്ചിട്ട് എൻ്റെ വിവാഹം കർത്താവ് ചെയ്തു തന്നു. നാട്ടിൽ 2023 ഡിസംബർ 6-ാം തീയതി എൻ്റെ വിവാഹം നാട്ടിൽ കർത്താവ് ചെയ്തു തന്നു. അടിവരയിട്ട് പറഞ്ഞോട്ടെ, ലോകം പറയുന്നതല്ല സത്യം, യേശു പറയുന്നതാണ്. ആമേൻ. സ്തോത്രം. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട മനോഹരമാകുന്ന സാക്ഷ്യമാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ കുറേ നേരം അങ്ങ് ഇരുന്നു പോലും മാസ്റ്ററെ. ഇനി കഥകൾ ഒത്തിരി ഇനിയും പറയാനുണ്ട്. എല്ലാവർക്കും 4 പേരുടെ സാക്ഷ്യമല്ലേ, 4 പേരുടെ സാക്ഷ്യം ഓരോ സാക്ഷ്യമാക്കി എടുത്താൽ ഓരോ മണിക്കൂർ 1.5 മണിക്കൂർ പറയാനുണ്ട്. വെട്ടിച്ചുരുക്കി നമ്മൾ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ മാത്രം പറഞ്ഞിങ്ങനെ പോവുകയാണ്. പാസ്റ്റർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞു, പഠിത്തമിടയ്ക്ക് മുടങ്ങിയെങ്കിലും മമ്മി പറഞ്ഞപ്പോൾ പറഞ്ഞു MA ചെയ്തല്ലേ? അതെ, MA ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം അവസരം തന്നു. ബൈബിൾ കോളേജിൽ MD പാസ്സാവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പോസ്റ്റ് ഗ്രാജുവേഷനും ബൈബിൾ കോളേജിൽ നിന്ന് MDയും ഒക്കെ ചെയ്യാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവം എത്ര നല്ലവനാണ്, വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. പറഞ്ഞട്ടെ, ബൈബിൾ കോളേജിൽ നിവിൻ MD എടുക്കാൻ വേണ്ടി അതിൻ്റെ അസൈൻമെൻ്റ് ഒക്കെ എഴുതണമല്ലോ. അപ്പോൾ അക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും പാസ്റ്ററും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ബൈബിൾ കോളേജിൽ പോയി MD ചെയ്തു. അതെ, അതുകൊണ്ട് മോനെ ഒരാളെ പഠിപ്പിക്കാൻ അപ്പനും അമ്മയും ഒരു വീട്ടിൽ 3 MD പോയി. ജോലി രാജിവെച്ചു. ഓ ശരി. 10ാം ക്ലാസ്സിലായിരുന്നു അപ്പോഴത്തേക്ക് ഇതുപോലെ ഞാനൊരു മൈക്രോ ഫിനാൻസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഞാനത് രാജിവെച്ചു. പഠിപ്പിച്ചെടുക്കണം. അത് ഞാനൊരു ദർശനം ഇങ്ങനെ കണ്ടായിരുന്നു. രാത്രി ഇവൻ പ്രസംഗിക്കുന്നു, കുറിവാക്യം മറന്നുപോയി. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കുകയാണ്, കുറിവാക്യം പറഞ്ഞതാ മമ്മിയെന്ന്. ഞാൻ ഒത്തിരി ഇവനിൽ നിന്ന് ദൂരെ. ഇത് ഈ 2 പ്രാവശ്യം ഈ സ്വപ്നം ഞാൻ കണ്ടു. പിറ്റേ ദിവസം തന്നെ ഞാൻ ചെന്ന് എൻ്റെ റെസിഗ്നേഷൻ കൊടുത്തു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ് എൻ്റെ മോൻ്റെ തിരഞ്ഞെടുപ്പെങ്കിൽ ഒരിക്കലും ഞാനായിട്ട് അതിന് ഒരു കുറവ് വരുത്തരുത്. അങ്ങനെ ജോലി രാജിവെച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി മക്കളെ പഠിപ്പിച്ചു. ഇന്ന് 2 ആൺമക്കളും കൃപയാൽ കർത്താവിൻ്റെ വേലയിലാണ്. ഞങ്ങളുടെ വീട്ടിൽ 3 പാസ്റ്റേഴ്സുണ്ട്. മോള് BPTക്ക് പഠിക്കുന്നു. ഇപ്പോൾ മരുമകൾ, അവളും മിഷണറിയാണ്. അങ്ങനെ കൃപയാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഫാമിലിയായിട്ട് കർത്താവ് ഞങ്ങളെ നടത്തുന്ന വലിയ ദയക്കായി കർത്താവിന് നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. എത്ര വലിയവൻ. ഒരാളെ പുറത്തു കൊണ്ടുവരാൻ ദൈവം എത്ര പേരെ ഉപയോഗിക്കും, എത്ര പേരെ കണക്ട് ചെയ്യുന്നെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നെ വിശ്വസിച്ച് ഒരുപാട് പേരുണ്ട്. ഞാനിപ്പോൾ ഓർക്കായിരുന്നു, എത്ര കീബോർഡിസ്റ്റുമാർ, എത്ര പാസ്റ്റേഴ്സ് എനിക്ക് നല്ല അവസരങ്ങൾ തന്ന്, നല്ല വേദികൾ. താങ്ക് യു. ഈ പ്രയർ റൂമിൻ്റെ അകത്തിരിക്കുമ്പോൾ ഞാൻ അവരെല്ലാം ഓർക്കുക. എൻ്റെ ഗുരു എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ ബൈബിൾ അധ്യാപകൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇന്ന് ഓർക്കുകയാണ്. അത് എൻ്റെ ഹൃദയത്തിൻ്റെ മാംസപലയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, വന്ന വഴികളെ ഒരിക്കലും മറക്കരുത്. ദൈവം എന്നെ കൊണ്ടുവന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. താങ്ക് യു പാസ്റ്ററെ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ നിവിൻ പാസ്റ്ററെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയ അനുഭവങ്ങൾ പ്രസംഗവേദികളിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ പാസ്റ്ററെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു വലിയ ദൈവിക ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട നിവിൻ പാസ്റ്റർ പപ്പയും മമ്മിയും അവരെങ്ങനെ ഇൻസ്ട്രുമെൻ്റലായി മമ്മിയുടെ ആ ഒരു സമർപ്പണവും സാക്രിഫൈസും അതൊക്കെ നമ്മളിന്ന് കേൾക്കാനിടയായി തീർന്നു. പ്രേമലത സിസ്റ്ററെ കുറിച്ച് പറഞ്ഞു, നേരത്തെ തന്നെ ദൈവം ദർശനം കൊടുത്ത് ഇങ്ങനെ ഒരാളാണ് ജീവിതത്തിൽ വരുന്നതെന്ന്. ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയ പദ്ധതികളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഇടയ്ക്ക് ചോദിക്കുക, പാസ്റ്റർക്ക് ഹിന്ദി അറിയത്തില്ല, സിസ്റ്റർക്ക് മലയാളം കുറച്ചൊക്കെ അറിയാം അല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ആദ്യമൊക്കെ? അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആക്ച്വലി എനിക്ക് 4 ഹിന്ദി സെൻറ്റൻസ് അറിയാത്തുള്ളൂ. ആപ് കേസ്, ആപ് കാനക്കായ, പിന്നെ സുഖമാണോ സന്തോഷമാണോ, ഇത്ര എനിക്ക് അറിയത്തുള്ളൂ. അതിൽ നിന്നാണ് എൻ്റെ ജീവിതം തുടങ്ങിയത്. പക്ഷേ ദൈവം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കി എല്ലാം ഈസി ആകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ദൈവം അത് എൻ്റെ ലൈഫിൽ ചെയ്തു തന്നു. അത്യാവശ്യം ഹിന്ദി പഠിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഇദ്ദേഹം നന്നായിട്ട് ഇപ്പോൾ മലയാളം പറയും. ഞങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി,
മലയാളമായിരുന്നു മിക്സ് ചെയ്തൊരു ഭാഷ. ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച ഒരു ഭാഷയാണ്. ചില വാക്കുകളുടെ ഹിന്ദി എനിക്കറിയത്തില്ല, അപ്പോൾ ഇംഗ്ലീഷ് പറയും, മലയാളം പറയും, അങ്ങനെ 3 ലാംഗ്വേജും കൂടെ പറഞ്ഞ് എന്നാലും ഇപ്പോൾ നന്നായിട്ട് കൃപയാൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ദൈവം നന്നായിട്ട് നടത്തുന്നുണ്ട് ഞങ്ങളെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അത്യാവശ്യം ഇപ്പോൾ നിവിൻ പാസ്റ്റർക്ക് വേണ്ടി ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റും അത്യാവശ്യം ചെയ്യും. അത്യാവശ്യം ഈ കടുംകെട്ടി മലയാളം ഒന്നും അറിയത്തില്ല, എന്തായാലും സിമ്പിൾ മലയാളത്തിൽ ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഹിന്ദി പഠിച്ചില്ല, പക്ഷേ സിസ്റ്റർ മലയാളം പഠിച്ചു. അതാണ് എപ്പോഴും നമ്മൾ അങ്ങനെയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സെഷനായിരുന്നു. ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. ദൈവം ശക്തമായിട്ട് ഇനി ഉപയോഗിക്കട്ടെ. പ്രിയ പപ്പ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പരിശുദ്ധ പിതാവേ, മനോഹരമായ നല്ല പ്രഭാതത്തിനായി നന്ദി. സന്തോഷത്തോട് സമാധാനത്തോട് ഇന്ന് വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ അവസരം തന്നു കർത്താവെ. ഈ സായം സന്ധ്യയിൽ കർത്താവെ ഞങ്ങളുടെ സാക്ഷികളുമായി പൊന്നുതമ്പുരാൻ്റെ പാദപീഠത്തിലിരിപ്പാൻ എൻ്റെ ദൈവം സഹായിച്ചതിനായി സ്തോത്രം കർത്താവെ. അസാധ്യ കർത്താവെ ടി വി ദൈവം അനുഗ്രഹിക്കണമേ, തൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കണമേ, തലമുറകൾ അനുഗ്രഹിക്കണമേ കർത്താവെ. ഈ ചാനലിനെ കർത്താവെ ഹല്ലേലൂയ വർദ്ധിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വലിയ വിടുതൽ സംഭവിപ്പാൻ എൻ്റെ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു എങ്കിൽ എൻ്റെ പൊന്നുതമ്പുരാനെ ഈ സാക്ഷി മറ്റുള്ളവർക്ക് കർത്താവെ ഒരു വലിയൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ കർത്താവെ. കാഴ്ചയില്ലാത്ത വ്യക്തി ജീവിതത്തിന് ഇത്രയും വിദ്യാഭ്യാസം ചെയ്ത് കർത്താവെ ദൈവരാജ്യത്തിന് വേണ്ടി നോർത്ത് ഇന്ത്യയിലെല്ലാം പ്രവർത്തിക്കാൻ സഹായിച്ചുവെങ്കിൽ കർത്താവെ ഇത് കേൾക്കുന്ന യുവതലമുറ കർത്താവെ അവർക്കൊരു എൻകറേജ്മെൻറ്റ് ഉണ്ടാകട്ടെ, അവർക്കൊരു വിടുതൽ സംഭവിക്കട്ടെ കർത്താവെ. സ്വർഗത്തിലെ ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ബോംബെ സഭയെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള വിശ്വാസ കുടുംബങ്ങളെല്ലാം താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇനി കാണുവോളം അങ്ങയുടെ ക്രൂശിൻ്റെ മറവിൽ ദൈവം മറയ്ക്കണമേ. നല്ല കൂട്ടായ്മ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ദാനമായി നൽകിയതിന് നന്ദി. കൃപയുടെ മറവിൽ മറയ്ക്കും വൻകാര്യങ്ങളെ സ്വർഗം കർത്താവേ ഹല്ലേലൂയ. ഈ കർത്താവെ ഈ ഭവനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഈ ചാനലിന് വേണ്ടി ദൈവമായി കരുതുന്ന നല്ല ദൈവക്കായി സ്തോത്രം. നിറഞ്ഞ മനസ്സോടുകൂടി തൻ്റെ ദാസനെയും കുടുംബത്തെയും ഒരു അഭിഷക്തൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ ചാനലിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലുള്ള കർത്താവ് എല്ലാ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കുന്നു, സഭയെ അനുഗ്രഹിക്കുന്നു. സ്വർഗ വൻകാര്യങ്ങളെ ഈ നാളുകൾ ചെയ്യും. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കിടന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് ഈ വാത്സല്യ കുടുംബത്തിൻ്റെ മേലെ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മറക്കട്ടെ. ആമേൻ, ആമേൻ. ഒരു പ്രാവശ്യം കൊണ്ട് നന്ദി പറയുക പാസ്റ്ററെ. താങ്ക് യു. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.